ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പൊതുജനാരോഗ്യമാണ്. നമുക്കറിയാം, ഏതൊരു പരീക്ഷ എടുക്കുകയാണെന്നുണ്ടെങ്കിലും പൊതുജനാരോഗ്യം എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. ഇനി നമുക്ക് കമ്പനി ബോർഡ്, LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്നീ എക്സാമുകളൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് LDC, LGS ഒക്കെ വരുന്നുണ്ട് അല്ലേ. ആ എക്സാമുകൾക്കൊക്കെ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെയുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുജനാരോഗ്യത്തിൽ നിന്നും 10 മാർക്കാണ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 10 മാർക്കും എന്തായാലും ഈ ഒരു SCRT പാഠം പഠിച്ച് കഴിഞ്ഞാൽ എന്തായാലും നേടാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിലെ പൊതുജനാരോഗ്യത്തിലെ ആദ്യം വരുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ, SCRT പാഠഭാഗങ്ങൾ നമ്മൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് പ്രധാനമായിട്ട് വരുന്ന 3 ചാപ്റ്റേഴ്സാണ് നമ്മുടെ ഇതിൽ വരുന്നത്. അത് ഓൾഡ് SCRTയും കൂടെ ആഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളിൽ തന്നെ കുറച്ച് രോഗകാരികൾ നമ്മൾ പറയാത്ത കുറച്ച് ഭാഗങ്ങളും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യത്തെ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ അത് പോയി കാണാം. അതിനുശേഷം ഈ ക്ലാസ് കാണാം. അതിന് കണ്ടിന്യൂഷൻ ഒന്നുമല്ല, ഇതെന്ന് പറയുന്നത് ജസ്റ്റ് വേറെ ടോപ്പിക്കാണ്. പക്ഷെ നമുക്ക് രോഗങ്ങളും രോഗകാരികളെയും കുറിച്ച് ചെറിയൊരു ടോപ്പിക്കും കൂടെ ഇതിൽ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പോയിരുന്നത് 4-5 കിലോമീറ്റർ നടന്നിട്ടായിരുന്നു എന്ന് ഒരു മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്? മോൻ എന്താ പറയുന്നത്? അപ്പൂപ്പൻ പഠിച്ച സ്കൂളിൽ തന്നെയാണല്ലോ ഞാനും പഠിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഒട്ടും നടക്കേണ്ട, ഇവിടെ ഗേറ്റിനടുത്ത് നിന്നാൽ മതി, സ്കൂൾ ബസ് വരും. കുട്ടിയും അപ്പൂപ്പനും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ എങ്ങനെയാണോ സ്കൂളിൽ പോകുന്നത്? നടന്നിട്ടാണോ, വാഹനത്തിലാണോ? നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ അവരുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാണോ സ്കൂളിൽ പോയിരുന്നതെന്നൊന്ന് ചോദിച്ച് അറിയാം കേട്ടോ. മുൻകാലത്ത് മിക്കവാറും എല്ലാ കുട്ടികളും സ്കൂളിൽ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ശീലം അക്കാലത്തെ കുട്ടികൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരിക്കാം? എങ്ങനെയായിരിക്കും? വ്യായാമമാണ് അല്ലേ അതെന്ന് പറയുന്നത് അല്ലേ. നമ്മൾ നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ്. യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് പല മേഖലകളിലും മുൻകാലത്തെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതശൈലിയെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ? അതായത് നമുക്കറിയാം എന്താണ്, ടെലിഫോണിന് പകരം ഇപ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത്? മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ അന്നത്തെ ടെക്നോളജിയിൽ നിന്നും നമ്മളിപ്പോൾ എന്താണ് കുറച്ചും കൂടി പുരോഗമനം വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അതായത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജീവിതശൈലി രോഗവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മിക്സി ഒക്കെ ഉണ്ട് അല്ലേ. അരക്കല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് എങ്ങനെയാണ് മിക്സിക്ക് പകരം അരക്കലായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ, അമ്മിക്കല്ല് അല്ലേ. അപ്പം അത് ഉപയോഗിക്കുമെന്നാണ് ശരീരം നന്നായിട്ട് അനങ്ങുന്നുണ്ട് അല്ലേ. പിന്നെ മിക്സി ആയപ്പോൾ അത് അല്ലേ നമ്മുടെ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടതാണ് അതല്ലേ, നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണല്ലേ. വ്യായാമം അവിടെ കുറയാണ് ചെയ്യുന്നത്. നോക്കിയേ, ഇവിടെ പറയുന്ന ഇതാണ്, ടെലഫോൺ സ്മാർട്ട് ഫോൺ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. നമുക്ക് അറിയാം ടെലഫോൺ എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ ആയിട്ട് മാറിയപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? ഇപ്പോഴത്തെ ജീവിതശൈലിയുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ്. ഇപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോൺ ആയപ്പോൾ അതിൽ നമുക്ക് എല്ലാം കാണാനായിട്ട് സാധിക്കും. നമ്മൾ അവിടെ ഒരു ഭാഗത്ത് കുത്തിയിരുന്ന് കാണില്ലേ. പണ്ടത്തെ ആൾക്കാരെന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഈ ഫോൺ എന്ന് വെച്ചാൽ ടെലഫോൺ മാത്രമായിരുന്നു. അതായത് നമുക്ക് ജസ്റ്റ് ഫോൺ വിളിക്കാൻ മാത്രമേ ഉള്ളൂ അത് ഉപയോഗം അല്ലേ. അതിനുശേഷം ഇവർ അവരുടേതായിട്ടുള്ള പണികൾ എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വെച്ചാൽ ഫോണുള്ള കാരണം എന്ത് സംഭവിച്ചു? ഇപ്പോൾ പൊണ്ണത്തടിയൊക്കെ കൂടാനായിട്ട് ചാൻസ് ഒരു ഭാഗത്ത് തന്നെ കുത്തിയിരുന്നിട്ട് കാണാനല്ലേ. പിള്ളേരാണെന്നുണ്ടെങ്കിലും അല്ലേ, സ്കൂൾ കുട്ടികളാണെന്നുണ്ടെങ്കിലും വൈകിട്ട് ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്താണ് ഫോണുമ്പോൾ കുത്തിയിരുന്ന് കാണാനാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. അതുപോലെ തന്നെ അരക്കല്ല് മിക്സിയായി. അരക്കല്ല് മിക്സി എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കി, അരക്കല്ല് എന്ന് വെച്ചാൽ നല്ല വ്യായാമമുള്ളൊരു സംഭവമാണ് അല്ലേ. അരക്കല്ല് എന്ന് വെച്ചാൽ എന്താണ്? അമ്മിക്കല്ലില്ലേ, അമ്മിക്കല്ല്. പിന്നെ അതുപോലെ തന്നെ അമ്മി, അരക്കലൊക്കെ എന്താണ് അതിന് എക്സാമ്പിളാണ്. അതിപ്പോൾ മിക്സി ആയപ്പോൾ നമുക്ക് ശരിയൊന്നും അനങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നോക്കി, ഡെസ്ക് ടോപ്പ് ലാപ്ടോപ്പായിട്ട് മാറി, പിന്നെ അത് ടാബ്ലറ്റ് ആയിട്ട് മാറി അല്ലേ. അതായത് ഡെസ്ക് ടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ ആ ഒരു ഭാഗത്ത് പോയിട്ടിരുന്ന് കാണാനായിട്ടുള്ള സംവിധാനമായിരുന്നു. ലാപ്ടോപ്പ് എന്ന് സംഭവിച്ചു നമുക്കത് കൊണ്ട് നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഫലമായി ഉണ്ടാകുന്ന മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, നമ്മുടെ ജീവിത രീതികളിൽ വരുത്തുന്ന ഇത്തരം മാറ്റങ്ങൾ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ആഹാരശീലങ്ങൾ. പോഷക ഘടകങ്ങളെക്കുറിച്ചും സമീകൃത ആഹാരത്തെക്കുറിച്ചും ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന പാഠത്തിൽ പഠിച്ചല്ലോ. അപ്പോൾ ഈ 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ തോന്നുന്നു.
കറക്റ്റ് ചാപ്റ്റർ ഓർമ്മയില്ല, 5ാമത്തെ തോന്നുന്നു. ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ച് വൈറ്റമിൻസിനെ കുറിച്ച് മിനറൽസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ, പോഷക ഘടകങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ നമ്മുടെ ആഹാരശീലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലേ. ആഹാരങ്ങളിൽ ഉണ്ടായിരുന്ന ഇത്തരം മാറ്റങ്ങളാണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. നോക്കി, ആഹാരം അന്നാണെന്നുണ്ടെങ്കിൽ ഇലയിലാണ് കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ നോക്കി പലതരം പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടാണ് കഴിക്കുന്നത്, ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അല്ലേ. ഇന്ന് എന്ത് സംഭവിച്ചു, എന്താണ് പുതിയ അല്ലേ ഫ്രൈഡ് റൈസ് പോലത്തെ അല്ലേ പുതിയ ഫുഡുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ കുട്ടിയുടെ ശരീരത്തിലും കാണുന്നുണ്ട് അല്ലേ വണ്ണം വെക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ, പൊണ്ണത്തടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമാകുന്നുണ്ടോ? വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കത്തക്ക വിധം ഭക്ഷണം ക്രമീകരിക്കപ്പെടേണ്ടതില്ലേ ഇല്ലേ. നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞാണ്. നിങ്ങളുടെ വീട്ടിലെ പ്രായമുള്ളവരോട് അവരുടെ കുട്ടിക്കാലത്ത് എന്തെല്ലാമായിരുന്നു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നേന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പോലെയാണ് ആഹാരമാണോ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്, അല്ല അല്ലേ. നോക്കി ഇവിടെ പറയുന്നുണ്ട്, മോൾക്ക് ഉച്ചയ്ക്ക് ചോറിനൊപ്പം കഴിക്കാൻ എടുത്തു വെച്ച തോരനും മറ്റു കറികളുമെല്ലാം ഇതിൽ തന്നെയുണ്ട്, എന്താണ് അതൊന്നും കഴിക്കാണ്ടിരുന്നതെന്ന് അമ്മ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി എന്താ പറയുന്നത്, എനിക്ക് ഉച്ചഭക്ഷണമായിട്ട് ബ്രെഡും ജാമും മാത്രം മതി എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം സമീകൃത ആഹാരം എന്ന് വെച്ചാൽ എന്താണ്, ഓരോന്നിനും ഇത്ര അളവ് എന്ന് പറയുന്നുണ്ട് അല്ലേ. പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെന്നുണ്ടെങ്കിലും ഓരോന്നിനും എത്ര ശതമാനം വേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ഈ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ കാണാം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നുണ്ട് കറക്റ്റ് നമ്മുടെ ശരീരത്തിൽ എത്രയധികം ഓരോ പോഷകഘടകങ്ങൾ എത്തേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? കുട്ടി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മുട്ടയും പാലും പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ അച്ഛനും അമ്മയും മറ്റും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്തിനാണ്? നോക്കി, ആഹാരത്തിലൂടെ ആരോഗ്യം പറയുന്ന പാഠഭാഗം നോക്കിയിട്ട് പഠിക്കാൻ പറയുന്നുണ്ട്. ഇനി മുത്തശ്ശിയുടെ ആഹാരശീലം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. പണ്ടൊക്കെ എന്തായിരുന്നു രസം, അച്ഛനും അമ്മയും അമ്മൂമ്മയും ഏട്ടത്തിയും ഒക്കെ കൂടി ആകെ മേളമായിരുന്നു അടുക്കള. രാവിലെ കപ്പപ്പുഴുക്കോ ചക്കപ്പുഴുക്കോ ആയിരുന്നു പ്രധാന ഭക്ഷണം. അവയില്ലാതിരുന്ന കാലത്ത് പഴങ്കഞ്ഞിയായിരുന്നു ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം. കാന്താരി മുളകും ചേമ്പുകറിയും കൂട്ടി പഴങ്കഞ്ഞി കുടിക്കാനാണ് എന്തായിരുന്നു രുചി. ഉച്ചയൂണാണ് കേമം. അപ്പോൾ രാവിലെ എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട്, എന്താണ് കഞ്ഞി അല്ലെങ്കിൽ കപ്പപ്പുഴുക്കോ അല്ലെങ്കിൽ ചക്കപ്പുഴുക്കോ ഒക്കെയാണ് അന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഉച്ചയൂണാണ്. ഉച്ചയൂണിന് എന്താ പറയുന്നത്, പിന്നെന്താ പറയുന്നത്, പുഞ്ചകൃഷിയുടെ അരിയിൽ നിന്നുള്ള കുത്തരി ചോറിനൊപ്പം തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത പയറ്, ചീര, വാഴപ്പിണ്ടി, കൂമ്പ്, ഇടിച്ചക്ക ഇടുക്കിയായിരുന്നു കൂടാൻ. അതായത് ഉച്ചയൂണ് എന്ന് പറയുന്നത് എന്താണ് വിഭവ സമൃദ്ധിയാണ് അല്ലേ. അതായത് അവനാന പറമ്പിൽ തന്നെ ഉണ്ട് അല്ലേ. നെല്ല് എന്ന് പറയുമ്പോൾ എന്താണ് നോക്കി പറഞ്ഞിരിക്കുന്നത്, പുഞ്ചകൃഷിയുടെ അരിയിൽ നിന്നുള്ള കുത്തിരി ചോറാണ് അല്ലേ. അതവിടെ കൃഷി ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ കൃഷി ചെയ്ത പച്ചക്കറികൾ തന്നെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ പണ്ട് കാലത്ത്. പോരാത്തതിന് വടക്കു വശത്തെ കിളിച്ചുണ്ടൻ മാവിൽ നിന്നും പറിച്ചെടുത്ത മാങ്ങയിട്ട് വെച്ച നല്ല മീൻകറിയും. വൈകുന്നേരമോ തൊടിയിലെ വാഴയിലെ ചീനിൽ പരത്തി ആവിയിൽ പുഴുങ്ങിയ അടയോ കൊഴുക്കട്ടയോ. ഒഴിവ് കാലം വരുമ്പോൾ പഴങ്ങളുടെ ഉത്സവമായിരുന്നു. മാമ്പഴം, ചക്കപ്പഴം, വാഴപ്പഴം, പപ്പായ, പേരയ്ക്ക, പറങ്കി മാങ്ങ ഇവയൊക്കെയായിരുന്നു ഇടനേരങ്ങളിലെ ഭക്ഷണം. അവയൊക്കെ എന്തായിരുന്നു സ്വാദ്. എന്തൊക്കെയായിരുന്നു ഇടനേരങ്ങളിലെ ഭക്ഷണം? മാമ്പഴം, ചക്കപ്പഴം, വാഴപ്പഴം, പപ്പായ, പേരയ്ക്ക, പറങ്കി മാങ്ങയൊക്കെയാണ് അല്ലേ. ഇപ്പോഴാണെങ്കിൽ ഇതൊന്നും കാണാൻ കൂടി കിട്ടില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പലഹാരമാണ് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? അക്കാലത്തെ കൂട്ടുകുടുംബത്തെ പറ്റിയും അവരുടെ ഭക്ഷണശീലങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലായില്ലേ. മുത്തശ്ശിയുടെ ചെറുപ്പക്കാലത്തെ ആഹാരമാണോ നമ്മ ഇന്ന് കഴിക്കുന്നത്? അല്ല, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ. ജീവിത സാഹചര്യം മെച്ചപ്പെട്ടപ്പോൾ ആഹാരശീലങ്ങളിൽ മാറ്റമുണ്ടായി. ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് പര്യാപ്തമല്ല. വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കത്തക്ക വിധം ഭക്ഷണം ക്രമീകരിക്കേണ്ടതുണ്ട്. ജീവിത സാഹചര്യം മെച്ചപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ആഹാരശീലങ്ങളിൽ മാറ്റം ഉണ്ടായില്ലേ. ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് പര്യാപ്തമല്ല. വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കത്തക്ക വിധം ഭക്ഷണം ക്രമീകരിക്കണം. ഇനി വയോജനങ്ങൾക്കൊപ്പം എന്താണ് പറയുന്നത്? അപ്പൂപ്പനോടും അമ്മൂമ്മയോടും കഥ പറഞ്ഞിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അവരുടെ ആഹാരം, ആഹാരശീലങ്ങൾ, വീട്ടുപകരണങ്ങൾ, വസ്ത്രധാരണം, കൃഷി, തൊഴിൽ, സ്കൂൾ ജീവിതം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി അവർക്ക് പറയാനുണ്ടായിരിക്കും.
അപ്പൂപ്പനോടും അമ്മൂമ്മയോടും കഥ പറഞ്ഞിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അവരുടെ ആഹാരം, ആഹാരശീലങ്ങൾ, വീട്ടുപകരണങ്ങൾ, വസ്ത്രധാരണം, കൃഷി, തൊഴിൽ, സ്കൂൾ ജീവിതം എന്നിങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി അവർക്ക് പറയാനുണ്ടാവും. വയോജനങ്ങൾ നമ്മുടെ സമ്പത്താണ്. അതുകൊണ്ട് അവരെ ചേർത്തു പിടിക്കണം. അവരുമായി സ്നേഹം പങ്കിടാനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും ആവശ്യങ്ങൾ നിറവേറ്റാനും നമ്മൾ ശ്രദ്ധിക്കണം. മുതിർന്നവരുടെ അറിവും കഴിവും അനുഭവങ്ങളും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. എല്ലാ വർഷവും ഒക്ടോബർ 1 വയോജന ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നു. അപ്പോൾ വയോജന ദിനം എന്നാണ്? ഒക്ടോബർ 1 ഒക്ടോബർ 1 വയോജന ദിനം എന്നാണ് ഒക്ടോബർ 1. ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ആഹാരശീലങ്ങൾ. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയുടെ കുറഞ്ഞ ഉപയോഗം. അല്ലേ, പച്ചക്കറികളൊക്കെ നന്നായിട്ട് കുറച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആരോഗ്യത്തിന് ദോഷം വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വറുത്തെടുത്ത ആഹാര വസ്തുക്കളുടെ കൂടുതൽ ഉപയോഗം, കൂടുതലായിട്ട് വറുത്തെടുത്ത ആഹാര വസ്തുക്കൾ കഴിക്കുക. പഞ്ചസാര, ഉപ്പ്, എണ്ണ, നെയ്യ്, കൊഴുപ്പ് എന്നിവയുടെ അമിത ഉപയോഗം. പഞ്ചസാര, ഉപ്പ്, എണ്ണ, നെയ്യ്, കൊഴുപ്പ് എന്നിവയുടെ അമിത ഉപയോഗം. അതുപോലെ ബേക്കറി സാധനങ്ങളുടെ അമിത ഉപയോഗം, ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നത്, സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കൽ എന്നിവയൊക്കെ എന്താണ്? ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയുടെ കുറഞ്ഞ ഉപയോഗം, അതുപോലെ തന്നെ ആഹാരവസ്തുക്കൾ, വറുത്തെടുത്ത ആഹാരവസ്തുക്കൾ ഉപയോഗിക്കുന്നത്, ബേക്കറി സാധനങ്ങൾ കഴിക്കുന്നത്, അതുപോലെ തന്നെ പഞ്ചസാര, ഉപ്പൊക്കെ ഉള്ള നന്നായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, എണ്ണ ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുന്നതൊക്കെ എന്താണ്? ആഹാരവുമായി ബന്ധപ്പെട്ട് ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ശീലങ്ങളാണ്. ആഹാര രീതിയിൽ ദോഷകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. TV കണ്ടുകൊണ്ടിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇത് അശ്രദ്ധയോടെയാണ് കഴിക്കുന്നത് അല്ലേ? TV കണ്ടത് മതി, ഇനി കുറച്ച് സമയം പുറത്തു പോയി കളിക്കും മോനെ എന്ന് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഈ ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന പോഷകഘടകങ്ങൾ എന്തെല്ലാമായിരിക്കും നോക്കിയൊക്കെ. ചിലതിലാണെന്നുണ്ടെങ്കിൽ പോഷകഘടകങ്ങൾ കൂടുതലായിരിക്കും അല്ലേ? ചിലതിലാണെന്നുണ്ടെങ്കിൽ പോഷകഘടകങ്ങൾ കുറവായിരിക്കും അവിടെ ഉണ്ടായിരിക്കാം. ഇനി ഉയരവും തൂക്കവും. കൂടുതൽ ആഹാരം കഴിച്ചാൽ നല്ല ആരോഗ്യമുണ്ടാവോ? നോക്കി നോക്കാം. വളർച്ച പരിശോധിക്കുവാനുള്ള ഒരു മാർഗമാണ് ഉയര തൂക്ക പരിശോധന, അതായത് ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BMI എന്ന് പറയുന്നത്. ഒരാൾക്ക് ഉയരത്തിനനുസരിച്ച് തൂക്കമുണ്ടോ എന്ന് ഈ പരിശോധനയിലൂടെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇതെങ്ങനെയാണ് കണക്കാക്കുന്നത് നോക്കിയൊക്കെ. എങ്ങനെയാണ് കണക്കാക്കുന്നത്? അതായത് BMI കാണുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ തൂക്കം നോക്കുക. ആ തൂക്കത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് എന്തുകൊണ്ട്? ഉയരവുമായിട്ടും. അത് ഉയരം മീറ്ററിലായിട്ടുള്ള അത് സ്ക്വയർ ചെയ്യുക. അതായത് ഉയരത്തിന് നമ്മൾ അതായത് തൂക്കം ബൈ ഉയരം ഇൻറ്റു ഉയരം എന്ന് പറയുന്നതാണ് BMIയുടെ എന്തെന്ന് പറയുന്നത്? BMI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഉയരവും ഭാരവും ആദ്യം കണ്ടെത്തണം. ഉയരം പോയിട്ട് അതുപോലെ തന്നെ ഭാരവും കണ്ടെത്തുക. അതിനുശേഷം ഭാരത്തെ ഉയരം കൊണ്ട് ഹരിച്ച് കിട്ടുന്നതിനാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നോക്കിയൊക്കെ, ഇവിടെ എത്രയാണ്? 25 കിലോഗ്രാം ആണല്ലേ? ഒരു കുട്ടിക്ക് 25 കിലോഗ്രാം തൂക്കമാണ് എങ്കിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉയരം ഇൻറ്റു ഉയരം ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു BMIയുടെ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏത് അവസ്ഥയാണെന്ന് കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ തൂക്കം നോക്കുക, ഉയരം നോക്കുക. തൂക്കത്തിന് നമ്മൾ ഉയരം 2 പ്രാവശ്യം ഡിവൈഡ് ചെയ്യണോ? അതായത് തൂക്കം ബൈ ഉയരം ഇൻറ്റു ഉയരം ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു വാല്യൂ കിട്ടുള്ളൂ. നോക്കി ഇവിടെ നമുക്ക് 18.5 കുറവാണ് കിട്ടുന്നതെങ്കിൽ അവിടെ എന്താണ്? ഭാരക്കുറവാണെന്ന് പറയാം. ആ കുട്ടിക്ക് എന്താണ്? ഭാരക്കുറവാണെന്ന് പറയാം. 18.5 മുതൽ 24.9 ആണെന്നുണ്ടെങ്കിൽ അത് ശരിയായ ഭാരമാണ്. 25 മുതൽ 29.9 ആണെങ്കിലോ അമിതവണ്ണമാണ്. 30.34.9 ആണെങ്കിൽ പൊണ്ണത്തടി 1-ാം ഘട്ടം. 35 മുതൽ 39.9 മുതൽ പൊണ്ണത്തടി 2-ാം ഘട്ടം. 40-ന് മുകളിലാണെന്നുണ്ടെങ്കിൽ പൊണ്ണത്തടി 3-ാം ഘട്ടമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് BMI ഒക്കെ ഇതുപോലെ തന്നെ പരിശോധിച്ച് കണ്ടെത്താനാണ് പറയുന്നത് കേട്ടോ. ഭാരക്കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭാരക്കുറവുണ്ടെങ്കിൽ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? ഭാരം കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? നോക്കിയൊക്കെ, ശരീരഭാരം സാധാരണയിൽ കൂടുന്ന അവസ്ഥയാണ് അമിതവണ്ണം എന്ന് പറയുന്നത് അല്ലേ? നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഫുഡും കൺട്രോൾ ചെയ്യണം അല്ലേ? അമിതമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്നു, വറുത്തെടുത്ത് നമ്മൾ പറഞ്ഞില്ലേ തെറ്റായ ശീലങ്ങളൊക്കെ, അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അമിതവണ്ണം ആകുന്നതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥയിലേക്ക് നയിക്കും. അപ്പോൾ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്നൊക്കെ പറയുന്നതാണ് ഒരു ജീവിതശൈലി രോഗമാണ് കേട്ടോ.
പ്രായത്തിന് അനുയോജ്യമായ ആരോഗ്യകരമായ ആഹാരശീലങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കൃത്യസമയത്ത് ആഹാരം കഴിക്കണം അല്ലേ, അത് ശരിയാണ് അല്ലേ. അമിതമായ ഭക്ഷണം കഴിക്കണോ വേണ്ട അല്ലേ. ഓരോ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ആഹാരം എന്നും കഴിക്കണം, അത് ശരിയാണ് അല്ലേ. ഇടയ്ക്കിടെ ഒരേ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ആഹാരം കഴിക്കാനായിട്ട് പറ്റില്ല, അല്ലാത്തിൽ നിന്നും വേണം അല്ലേ, സമീകൃത ആഹാരമായിരിക്കണം, അപ്പോൾ തെറ്റാണ്. ഇടയ്ക്കിടെ ആഹാരം കഴിക്കുന്നു, അതുപോലെ തന്നെ പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ ധാരാളമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ എന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. ആവശ്യമായ അളവിൽ ആഹാരം കഴിക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചിട്ടൊന്ന് ടിക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കൂ കേട്ടോ. ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി ആഹാരവും വ്യായാമവും. ഡോക്ടർ, എൻ്റെ മൂത്ത മകൾ വളരെ മെലിഞ്ഞിരിക്കുന്നു, വിശപ്പും തീരെയില്ല, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എന്താ പറയുന്നത്, ശരീരം മെലിഞ്ഞിരിക്കുന്നത് കാര്യമായി എടുക്കേണ്ടതില്ല, വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമെങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം. തടി കൂടുമെന്ന് പറഞ്ഞ് ചേച്ചി കുറച്ച് ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ ഡോക്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടന് നല്ല വണ്ണമുണ്ട്, ബർഗറും സാൻഡ്വിച്ചും ഒക്കെയാണ് ഇഷ്ടം, അവ എപ്പോഴും കഴിക്കും, അതിന് കുഴപ്പമുണ്ട് ഡോക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത് ഡോക്ടർ, അമിത കലോറിയുള്ള ഇത്തരം ആഹാരം ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, വ്യായാമം ശീലമാക്കുകയും വേണം. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കുട്ടി എന്താണ് പറയുന്നത്, ആ കുട്ടി നന്നായി മെലിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ എന്തെങ്കിലും രോഗം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, മെലിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു രോഗമൊന്നുമല്ല അല്ലേ. മെലിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ശരീരപ്രാകൃതമാണ്, എന്നാലും പോഷകാഹാരം എല്ലാം കിട്ടുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തടി കൂടുന്നു വിചാരിച്ചിട്ട് ഭക്ഷണം കുറച്ച് കഴിക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. അതുപോലെ തന്നെ നല്ല വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, വ്യായാമം ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്താണ്, അമിത കലോറിയുള്ള ആഹാരങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ചാൽ മതി അല്ലേ. ഡോക്ടറുമായുള്ള സംഭാഷണം ശ്രദ്ധിച്ചില്ലേ. ശരിയായ ആരോഗ്യത്തിന് ആഹാരം പോലെ പ്രധാനമാണ് വ്യായാമവും എന്ന് മനസ്സിലായല്ലോ. മുൻകാലങ്ങളിൽ ആളുകൾ ചെയ്തിരുന്ന തൊഴിലുകളിൽ അധികവും ശാരീരിക അധ്വാനം ആവശ്യമുള്ളതായിരുന്നു. അതിനാൽ തൊഴിലെടുക്കുമ്പോൾ തന്നെ വ്യായാമം ലഭിക്കുമായിരുന്നു. ഇന്ന് ചെയ്യുന്ന മിക്ക തൊഴിലും ശാരീരിക അധ്വാനം കുറഞ്ഞതാണ്. അതിനാൽ വ്യായാമം ചെയ്യേണ്ട ആവശ്യമായി വരുന്നു. കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരുന്നു. നോക്കി, വ്യായാമത്തിന് വേണ്ടിയിട്ട് ജിമ്മിലൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, സ്കൂളിൽ കായിക പീരീഡ് ഉണ്ടായിരിക്കും, PT പീരീഡ് ഉണ്ടായിരിക്കും, അവിടെ ഓടി കളിക്കാൻ, ചടി കളിക്കാൻ അല്ലേ, അതിലൊക്കെ എന്താണ് ഒരു എക്സസൈസ് തന്നെയാണ്. ഇനി കുട്ടികളുടെ ലോകം നോക്കി, ഫുട്ബോൾ കളിക്കുന്നത് പറയുന്നുണ്ട്, കുട്ടി TV-യിൽ ഇരുന്നിട്ട് ഗെയിം കളിക്കുന്നു പറയുന്നുണ്ട്. TV-യിലല്ല, ഗെയിം ഇരുന്ന് കളിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ വീഡിയോ ഗെയിം കളിക്കുകയാണ് അവിടെ കുട്ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യാൻ ഏതാണ് ഇഷ്ടങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോ കുട്ടികളുടെയും ഇഷ്ടങ്ങൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഫുട്ബോൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യായാമം വരുന്നുണ്ട്. ചെസ്സ് കളിക്കുകയാണെന്നുണ്ടെങ്കിലോ ഇനി അതുപോലെ തന്നെ ടി വി കാണുകയാണെന്നുണ്ടെങ്കിലൊക്കെ അവിടെ വ്യായാമം വരുന്നുണ്ടോന്നോ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ഗെയിം കളിക്കും എന്ന് പറയുന്നുണ്ട്. വീഡിയോ ഗെയിമൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തിരുന്ന് കളിക്കുകയാണല്ലേ, അതിന് പകരം പാടത്ത് പറമ്പിലൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വ്യായാമം അവിടെ തന്നെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. പിന്നെ ഉറക്കത്തിൻ്റെ പ്രാധാന്യം. ഇനി ഉറക്കത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. രാത്രി കുറേ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, ഏറെ വൈകി ഉറങ്ങുന്നു. കുറേ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ്, അതുപോലെ തന്നെ രാത്രി വൈകി ഉറങ്ങുന്നു എന്ന് പറയുന്നത് തെറ്റായ ശീലമാണോ? തെറ്റായ ശീലമാണ് അല്ലേ. എന്നാൽ രാത്രി അധികം വൈകാതെ കിടക്കുന്നു, സുഖമായി ഉറങ്ങുന്നു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നോക്കിയേ, ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കക്കുറവ് സംഭവിക്കാം, മൊബൈൽ ഫോൺ അധികമായിട്ട് നോക്കിയിരിക്കുമ്പോൾ കാഴ്ച പ്രശ്നങ്ങൾ സംഭവിക്കാം, സ്ക്രീൻ അഡിക്ഷനും സംഭവിക്കാം. അതുപോലെ തന്നെ ഉത്കണ്ഠ, ശരീരഭാരം വർദ്ധിക്കൽ, വിശപ്പില്ലായ്മ, ക്ഷീണം എന്നിവയൊക്കെ എന്താണ് ഈ ഉറക്കക്കുറവ് മൂലം, അതായത് ഫോൺ നോക്കിയിരിക്കുമ്പോൾ സംഭവിക്കുന്ന രോഗങ്ങളാണ് അല്ലേ ഉറക്കക്കുറവ്, കാഴ്ച പ്രശ്നങ്ങൾ, സ്ക്രീൻ അഡിക്ഷൻ, അതുപോലെ തന്നെ ഉത്കണ്ഠ, ശരീരഭാരം വർദ്ധിക്കൽ, വിശപ്പില്ലായ്മ, ഭക്ഷണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം എന്ന് പറയുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഉറക്കം. രാത്രി ഉറങ്ങുമ്പോൾ ശരീരത്തിന് നല്ല വിശ്രമം ലഭിക്കുന്നു. ഈ സമയത്താണ് ശരീരകോശങ്ങൾ അവയുടെ കേടുപാടുകൾ തീർക്കുന്നത്. രാത്രി ഉറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശരീരത്തിന് റെസ്റ്റ് ലഭിക്കുന്നുണ്ട്. ആ സമയത്താണ് എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർക്കുന്നത്. ഉറങ്ങുമ്പോൾ പേശികൾ നിശ്ചലാവസ്ഥയിലാണ്. ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും ദഹന പ്രവർത്തനങ്ങളും മന്ദഗതിയിലാവും. ശരീരത്തിലെ സങ്കീർണമായ പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് രാത്രി നാം ഉറങ്ങുമ്പോഴാണ്. അതിനാൽ രാത്രിയിലെ ഉറക്ക നഷ്ടത്തിന് പകരമാവില്ല പകലത്തെ ഉറക്കം. ആവശ്യത്തിലധികം ഉറങ്ങുന്നതും നല്ലതല്ല. നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാൾക്ക് 7-8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. അപ്പോൾ ഉറക്കത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. ഉറങ്ങുമ്പോഴാണ്, റെസ്റ്റ് വരുമ്പോഴാണ് അവിടെ പല പ്രവർത്തനങ്ങളും നടക്കുന്നത് അല്ലേ. ഹൃദയമിടിപ്പൊക്കെ നന്നായിട്ട് മന്ദഗതിയിലാകുന്നുണ്ട്. അതുപോലെ തന്നെ പല രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് രാത്രി ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ ആവശ്യത്തിലധികം ഉറങ്ങുകയാണ്
ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് അങ്ങനെ ഉറങ്ങാനായിട്ട് പാടില്ല. ഉറങ്ങണം എന്ന് വെച്ചിട്ട് ആവശ്യത്തിലധികം ഉറങ്ങാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഒരാൾ 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നും പറയുന്നുണ്ട്. ഇനി ഉറക്കത്തിൻ്റെ രഹസ്യം. എന്താണ് ഉറക്കത്തിൻ്റെ രഹസ്യം? ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് രാത്രിയിലാണ്. അപ്പോൾ ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ കൂടുന്നത് ഏത് സമയത്താണ്? രാത്രി ഉറങ്ങുമ്പോഴാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥി, അതായത് പീനിയൽ ഗ്രന്ഥിയാണ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കേണ്ട. ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിന് ഫലമായാണ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രഭാതമാകുമ്പോൾ പ്രകാശത്തിൻ്റെ സാന്നിധ്യം മൂലം ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അപ്പോഴാണ് നാം ഉണരുന്നത്. ഉണർന്നിരിക്കുന്നതിന് പ്രചോദനം നൽകുന്നവയാണ് കാപ്പി, ചായ, കോള എന്നിവ. അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇവ കുടിക്കരുത്. ക്ഷീണം, ഏകാഗ്രതയില്ലായ്മ, ഉന്മേഷക്കുറവ്, പെട്ടെന്നുള്ള ദേഷ്യം തുടങ്ങിയവ ഉറക്കമില്ലായ്മയുടെ ഫലമായിട്ടുണ്ടാവാം. അല്ലെ, ഉറക്കമില്ലായ്മ ആണെന്നുണ്ടെങ്കിൽ, ഉറക്കമില്ലാന്നുണ്ടെങ്കിൽ ക്ഷീണം ഉണ്ടാവാം, ഏകാഗ്രതയില്ലായ്മ, ഉന്മേഷക്കുറവ്, പെട്ടെന്നുള്ള ദേഷ്യമൊക്കെ എന്താണ്? ഉറക്കമില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് അല്ലേ. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ആരാണ്? ഉറക്കത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മെലാറ്റോണിൻ. അതായത് ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പീനിയൽ ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഓരോരുത്തരുടെ ഉറക്കത്തിൻ്റെ സമയമൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. ഇനി പ്രമേഹം, ഡയബറ്റീസ്. മധുരമില്ലാത്ത ചായയാണോ നീ കുടിക്കുന്നത്? ഇത് ഈ പ്രായത്തിൽ നിനക്ക് പ്രമേഹം വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. പ്രമേഹം വരാൻ ഇപ്പോൾ പ്രായമൊന്നുമില്ല. ഇന്നലെ രാവിലെ ഭക്ഷണത്തിന് മുമ്പ് ഷുഗർ പരിശോധിച്ചപ്പോൾ 170 ആയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രമേഹം എന്ന് വെച്ചാൽ എത്രയാണ് അളവ് വേണ്ടത് നമ്മുടെ ശരീരത്തിൽ? 100 മില്ലി ലിറ്റർ രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ അളവ് 70 മുതൽ 100 മില്ലിഗ്രാം ആണ്. 70 മുതൽ 100 മില്ലിഗ്രാം ആണ്. 70 മുതൽ 120ഒക്കെയാണ് നമ്മൾ പറയാറില്ലേ. 70 മുതൽ 110 വരെയാണ് പറയാറ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് 100 ആണ്. അപ്പോൾ 70 മുതൽ 100 വരെയാണ് മില്ലിഗ്രാം ആണ് നമ്മുടെ ശരീരത്തിലെ പ്രമേഹത്തിൻ്റെ അളവ്, അല്ലെങ്കിൽ സാധാരണ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട് ഉയരുന്ന രോഗത്തെയാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹം എന്ന് വെച്ചെന്താണ്? ഈ പഞ്ചസാരയുടെ അളവ് നന്നായിട്ട് കൂടാണെന്നുണ്ടെങ്കിൽ എന്ന് പറയാം പ്രമേഹമാണെന്ന് പറയാം. അതായത് 100, 110, 120 മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയാം പ്രമേഹമാണ് എന്ന് പറയാം. അപ്പോൾ പ്രമേഹമാണ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 70 മുതൽ 110 വരെയാണ് അളവ് എന്ന് പറയുന്നത്. അത് കൂടാണെന്നുണ്ടെങ്കിൽ 120 മുകളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പറയാം പ്രമേഹമാണ് എന്ന് പറയാനേ. എന്തൊക്കെയാണ് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ നോക്കിയേ. അമിത വിശപ്പ് ശരിയാണ് അല്ലെ. അമിത വിശപ്പ്, അതുപോലെ തന്നെ അതിയായ ദാഹം, അമിതമായി മൂത്രമൊഴിക്കൽ, തളർച്ച, മുറിവുണങ്ങാൻ താമസം എന്നിവയ്ക്ക് എന്താണ്? പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളാണ്. അമിത വിശപ്പ്, അതിയായ ദാഹം, അമിതമായി മൂത്രമൊഴിക്കൽ, തളർച്ച, മുറിവുണങ്ങാൻ താമസം എന്നിവയ്ക്ക് എന്താണ്? പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇവ മാത്രം നിരീക്ഷിച്ച് പ്രമേഹമുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് കഴിയില്ല. രക്തം, മൂത്രം എന്നിവയെ പരിശോധനയിലൂടെ പ്രമേഹം കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് മസ്തിഷ്കാഘാതം, വൃക്കരോഗങ്ങൾ, കാഴ്ചക്കുറവ് എന്നിങ്ങനെ പലതരം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. മസ്തിഷ്കാഘാതം, വൃക്കരോഗങ്ങൾ, കാഴ്ചക്കുറവ് എന്നിവയ്ക്കൊക്കെ ഈ പ്രമേഹം കാരണമാകുന്നുണ്ട്. അപ്പോൾ നോക്കി നാം എന്ത് ചെയ്യണം? നിത്യേന വ്യായാമം ചെയ്യണം, ഭക്ഷണം നിയന്ത്രിക്കണം, അതുപോലെ തന്നെ പുകവലി, മദ്യപാനം, ലഹരി ഉപയോഗം തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രമേഹത്തിന്റെ രോഗനിയന്ത്രണ മാർഗങ്ങളാണ്. എന്തൊക്കെയാണ്? ഭക്ഷണം നിയന്ത്രിക്കുക, നിത്യേന വ്യായാമം ചെയ്യുക, പുകവലി, മദ്യപാനം, ലഹരി ഉപയോഗം തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക. ഇനി ഇൻസുലിനും പ്രമേഹവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിൽ അതായത് പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം കേട്ടോ. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയുണ്ട്. ഈ പാൻക്രിയാസ് ഉണ്ടല്ലോ, പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളാണ് ആൽഫയും ബീറ്റയും. ആൽഫ കോശങ്ങളുണ്ട്, അതുപോലെ തന്നെ ബീറ്റാ കോശങ്ങളുണ്ട്. ആൽഫ കോശങ്ങളുണ്ട്, ബീറ്റാ കോശങ്ങളുണ്ട്. ഈ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ്. ആരാണ് ഇൻസുലിൻ കണ്ടെത്തിയത്? ഫ്രെഡറിക് ബാൻഡിങ്ങും ജോൺ മെക്കലോയിഡ് എന്നീ ശാസ്ത്രജ്ഞരാണ് 1921 ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത്. ഫ്രെഡറിക് ബാൻഡിങ്ങും ജോൺ മെക്കലോയിഡ് എന്നീ ശാസ്ത്രജ്ഞരാണ് 1921 എന്ത് കണ്ടെത്തിയത്? ഇൻസുലിൻ കണ്ടെത്തിയത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ്
ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് ഇത് കുട്ടികളിലാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻസുലിൻ പ്രമേഹം എന്ന് വെച്ചാൽ എത്രയാണ്? 2 തരത്തിലുണ്ട്. ഓക്കെ, ടൈപ്പ് 1 പ്രമേഹമുണ്ട്, ടൈപ്പ് 2 പ്രമേഹമുണ്ട്. ടൈപ്പ് 1 പ്രമേഹം എന്ന് വെച്ചാൽ സാധാരണ കുട്ടികളിൽ ജനിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്നതാണ് ടൈപ്പ് 1 പ്രമേഹം. അതായത് അവരെ പ്രതിരോധത്തിന്റെ ഫലമായിട്ട് നമ്മൾ പറഞ്ഞ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ബീറ്റാ കോശങ്ങൾ ഇവർ തന്നെ സ്വയം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻസുലിൻ എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല അല്ലേ? അതാണ് ആ ഒരു അവസ്ഥയെയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ശരീരത്തിന് ആവശ്യമായത്ര അളവിൽ ഇല്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. ഇൻസുലിൻ എന്ന് പറയുന്നത് ശരിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും? ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാകും. അതാണ് സാധാരണയായിട്ട് നമ്മൾ എല്ലാവർക്കും കാണപ്പെടുന്ന പ്രമേഹം എന്ന് പറയുന്നത്. കൂടുതലായിട്ട് 40 വയസ്സിന് മുകളിലുള്ളവരൊക്കെയാണ് ആദ്യം കണ്ടിരുന്നത്. ഇപ്പോൾ അതിനും താഴെയും കാണുന്നുണ്ട് അല്ലേ? നാം സാധാരണയായി കണ്ടുവരുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹത്തിന് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവെക്കണം. കാരണം എന്താണ്? ജന്മനാ മുതൽ ഉണ്ടാകുന്നതാണ് അല്ലേ? എന്നാൽ ടൈപ്പ് 2 പ്രമേഹം ശരിയായ ജീവിതശൈലിയിലൂടെയും മരുന്നുകളിലെയും നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതായത് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് ജനിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ്. ഇതെന്ന് പറയുന്നത് ജനിതക രോഗമാണോ ജീവിതശൈലി രോഗമാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം? ജനിതക രോഗമാണ് അല്ലേ? ജീവിതശൈലി രോഗമല്ല. കാരണം എന്താണ്? ജനിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്ന രോഗമാണ്. ഇത് നമുക്ക് ഇൻസുലിൻ കുത്തിവെക്കണം. എന്നും ഇൻസുലിൻ, അതായത് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. അതായത് ഇൻസുലിൻ ഇല്ലാതെ അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് ഈ ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ ടൈപ്പ് 2 പ്രമേഹം എന്ന് വെച്ചാൽ എന്താണ്? ജീവിതശൈലി രോഗമാണെന്ന് പറഞ്ഞു അല്ലേ? അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യായാമത്തിലൂടെയും ആഹാര നിയന്ത്രണത്തിലൂടെയും ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന ജീവിതശൈലി രോഗമാണ് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. BP അല്ലേ? BP അല്പം കൂടുതലാണല്ലോ. ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം, നന്നായി ഉറങ്ങുകയും വ്യായാമം ചെയ്യുകയും വേണം. അപ്പോൾ എന്താണ് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അവിടെ രക്തസമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടായിരിക്കുക? നോക്കിയോക്കെ, സ്വിക് മാമനോമീറ്റർ എന്ന് പറയുന്ന ഉപകരണമാണ് ഇവിടെ രക്തസമ്മർദ്ദം അളക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ BP ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെന്ന് പറയുന്നത് സ്വിക് മാമനോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം. ഈ ഉപകരണം ഉപയോഗിച്ചാണ് രക്തസമ്മർദ്ദം അളക്കുന്നത്. ഈ ഉപകരണത്തിൽ 120/80 mmHg റീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ സാധാരണ രക്തസമ്മർദ്ദ നിരക്കാണ്. അപ്പോൾ സാധാരണ രക്തസമ്മർദ്ദ നിരക്കിന് അളവ് എത്രയാണ്? 120/80 ആണ് റീഡിംഗ് കാണിക്കുന്നു. പുകവലി, പൊണ്ണത്തടി, പൊട്ടാസ്യത്തിന്റെ കുറവ്, ഉപ്പിന്റെ അമിത ഉപയോഗം, പ്രായാധിക്യം എന്നിവ സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനം വരുത്തുന്നതിന് ഇടയാക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? പുകവലി, പൊണ്ണത്തടി, പൊട്ടാസ്യത്തിന്റെ കുറവ്, ഉപ്പിന്റെ അമിത ഉപയോഗം, പ്രായാധിക്യം എന്നിവയ്ക്ക് എന്താണ്? രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ രക്തസമ്മർദ്ദം എന്താണെന്ന് പഠിച്ചല്ലോ? 120/80 ആണ് പറയുന്നത്. അതുപോലെ തന്നെ പൊട്ടാസ്യത്തിന് കുറവ്, പുകവലി മൂലം എന്ത് സംഭവിക്കാം? BP ഉണ്ടാകാം. പൊണ്ണത്തടി മൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? BP ഉണ്ടാകുന്നുണ്ടെന്ന് പഠിച്ചു വയ്ക്കാം. ഇനി നെക്സ്റ്റ് ആണ് കൊളസ്ട്രോൾ എത്രയാണ് പറയുന്നത് നോക്കിയേ. നമ്മുടെ ശരീരത്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്. എണ്ണയിൽ പൊരിച്ചെടുത്ത ചില ആഹാര വസ്തുക്കളുടെ ചിത്രം കാണുന്നുണ്ട് അല്ലേ? എണ്ണയിൽ പൊരിച്ചെടുത്ത ആഹാരമാണോ ആവിയിൽ വേവിച്ചെടുത്ത ആഹാരമാണോ കൂടുതൽ ഇഷ്ടം? നമുക്ക് എന്താണ്? പൊരിച്ചെടുത്തതായിരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ പൊരിച്ചെടുത്ത ആഹാര വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണം. കാരണം എന്താണ്? അതിൽ നന്നായിട്ട് കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. നോക്കിയേ, കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ എന്താണ്? കൊഴുപ്പാണെന്ന് പറയുന്നത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മൊത്തം കൊളസ്ട്രോൾ 20 mg/dl താഴെയുള്ളതാണ് എന്നതാണ് ശരിയായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതായത് മൊത്തം കൊളസ്ട്രോൾ 20 mg/dl, അതായത് 200-ന് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് പറയാം അത് കൊളസ്ട്രോൾ ആണ് എന്ന് പറയാം. അതായത് കൊളസ്ട്രോളിന് ശരിക്കുള്ള അളവ് എന്താണെന്ന് പറയാം. കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ഉണ്ട്, ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്. അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. ഇത് കരളിനെ ദോഷകരമായി ബാധിക്കുന്നു. അതായത് ചീത്ത കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കുറച്ച് അളവിലുണ്ടായിരിക്കും. ഈ ചീത്ത കൊളസ്ട്രോൾ ഒരു 120 തോന്നുന്നു, 120ഒക്കെയാണ് ചീത്ത കൊളസ്ട്രോൾ ഉണ്ടായിരിക്കുക. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തധമനികളിലൊക്കെ അല്ലെങ്കിൽ രക്തക്കുഴലുകളിലൊക്കെ പറ്റി പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? രക്തം ഒഴുകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ രക്തം എപ്പോഴും പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? അപ്പോൾ ഇങ്ങനെ രക്തം ഒഴുകാതാവുമ്പോഴാണ്, അതായത് ഇപ്പോൾ നമുക്ക് കൊറോണറി ധമനിയൊക്കെ ഉണ്ടല്ലോ, ഹൃദയവുമായി ബന്ധപ്പെട്ട ധമനിയാണ് അല്ലേ? അവിടെയൊക്കെ ഇതുപോലെ തന്നെ ഈ ചീത്ത കൊളസ്ട്രോളൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഹൃദയാഘാതം സംഭവിക്കും.
സംഭവിക്കും അല്ലേ, ഹൃദയാഘാതം സംഭവിക്കും. എന്നാൽ നല്ല കൊളസ്ട്രോൾ കൂടുന്നതിനനുസരിച്ച് ഹൃദയാഘാത സാധ്യത കുറയുന്നു. വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ ആണ് വർദ്ധിക്കുന്നത്. അതുപോലെ മത്തി, അയല, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, വാൾനട്ട് തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങളും നല്ല കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. മത്തി, അയല, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, വാൾനട്ട് എന്നിവയൊക്കെ എന്താണ്, ഈ ആഹാര പദാർത്ഥങ്ങളൊക്കെ നല്ല കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം എന്താണ് പറയുന്നത്, കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 20 താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയാം, മൊത്തം കൊളസ്ട്രോളിൻ്റെ അളവ് എത്രയാണ്, 200 താഴെയായിരിക്കാം. അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ ഉണ്ട്, ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്, ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. ഇപ്പോൾ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ 50 മുതൽ 60 വരെയാണ് വരുന്നത്, പുരുഷന്മാരിലാണെങ്കിൽ 40 മുതൽ 50 വരെയാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 120 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല കൊളസ്ട്രോൾ ആയിരിക്കും. ചീത്ത കൊളസ്ട്രോൾ എങ്ങനെ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഈ രക്തധമനികളിലൊക്കെ ഇത് പറ്റിപ്പിടിച്ചിരിക്കുകയാണ് അല്ലേ, അപ്പോൾ എന്ത് സംഭവിക്കും, രക്തം നന്നായിട്ട് ഒഴുകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഹൃദയാഘാതം ഉണ്ടാകും. ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും അതുമൂലം ഉണ്ടാവാനിടയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുമാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് വെച്ചാൽ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് രോഗാണുക്കൾ കൊണ്ടല്ല, മറിച്ച് തെറ്റായ ജീവിതശൈലി തുടരുന്നത് കൊണ്ടാണ്. തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, വ്യായാമക്കുറവ്, അല്പനിദ്ര, പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദം തുടങ്ങിയവ മൂലമാണ് ഉണ്ടാകുന്നത്. ചെറുപ്പം മുതലേ ശരിയായ ജീവിതശൈലി പിന്തുടർന്നാൽ ഈ രോഗങ്ങളൊക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കും. ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, കരൾ വീക്കം, പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, വിഷാദരോഗം, രക്തത്തിലുണ്ടാകുന്ന അമിത സമ്മർദ്ദം എന്നിവയ്ക്ക് എന്താണ്, ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ക്യാൻസർ എന്നാണ് ജീവിതശൈലി രോഗമാണ്. ഹൃദ്രോഗങ്ങൾ, കരൾ വീക്കം, പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, വിഷാദരോഗം, രക്തസമ്മർദ്ദമൊക്കെ എന്താണ്, അമിത രക്തസമ്മർദ്ദമൊക്കെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. നോക്കിക്കേ, വീട്ടിനുള്ളിൽ ഇരുന്ന് ഇലക്ട്രോണിക് ഗെയിം കളിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ്, കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ, കഴുത്തിലും മുതുകിലും പേശികൾക്ക് വേദന, പൊണ്ണത്തടിയൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. നല്ല ജീവിതശൈലി എന്താണ്, ഉപേക്ഷിക്കാം ലഹരി പദാർത്ഥങ്ങൾ, ശീതളപാനീയങ്ങൾ കുറയ്ക്കുക, ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുക, പൊരിച്ച ആഹാര പദാർത്ഥങ്ങൾ കുറയ്ക്കാം. അതുപോലെ തന്നെ നല്ല ഉറക്കശീലം ഉണ്ടാക്കുക. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക, പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. അതുപോലെ പുകവലി ഉൽപ്പന്നങ്ങളൊക്കെ എന്താണ് ഉപേക്ഷിക്കുന്ന കുറയുന്നതാണ് ജീവിതശൈലി രോഗം കുറയ്ക്കുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകാം, മാനസിക പ്രശ്നങ്ങളുണ്ടാകാം, സാമൂഹിക പ്രശ്നങ്ങളുണ്ടാകാം. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു. ശാരീരിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്, ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയും. എന്താണ്, മദ്യമയക്കുമരുന്നൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലേ, നമുക്ക് ഈ തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കാളും കൂടുതലായിട്ടുള്ളൊരു പ്രശ്നമാണ് എന്ന് പറയുന്നത് പുകവലി, മദ്യം, മയക്കുമരുന്ന് എന്നിവ. ഇത് ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു, ഓർമ്മശക്തിയും വിവേചന ശക്തിയും കുറയുന്നു, ഹൃദയ ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു, ഓർമ്മശക്തിയും വിവേചന ശക്തിയും കുറയുന്നു, ഹൃദയ ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇനി മാനസിക പ്രശ്നങ്ങൾ എന്താണ്, ഉത്കണ്ഠ, വിഷാദം മുതലായവ ഉണ്ടാകുന്നു, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണ ഉണ്ടാകുന്നു, പെട്ടെന്ന് അക്രമാസക്തരാകുന്നു. മാനസിക പ്രശ്നങ്ങളാണ് അതൊക്കെ. എന്താണ്, മാനസിക പ്രശ്നങ്ങളാണ്. ഇനി സാമൂഹിക പ്രശ്നങ്ങൾ എന്താണ്, കുടുംബത്തോടും അതുപോലെ തന്നെ സുഹൃത്തുക്കളോടും അകലം പാലിക്കുന്നു, തെറ്റായ സുഹൃത്ത് ബന്ധം സൃഷ്ടിക്കുന്നു, പഠനത്തിൽ താല്പര്യം കുറയുന്നു. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശാരീരികമായിട്ടും മാനസികമായും സാമൂഹികമായും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് 10ാം ക്ലാസ്സിലെ പഴയ SCERT ടെക്സ്റ്റ് ബുക്കാണ്, അകറ്റി നിർത്താം രോഗങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് സാംക്രമിക രോഗങ്ങൾ, അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നീ രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും നമ്മൾ ക്ലാസ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ക്ലാസ്സിൽ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഓരോ, ഇപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എലിപ്പനി ഏതാണ്, എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്താണ്, അങ്ങനെ ഡീപ്പായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞു വെച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താണ്, സൂക്ഷ്മജീവികളും രോഗങ്ങളും. മനുഷ്യന് ഉപകാരികളായ നിരവധി സൂക്ഷ്മജീവികളുണ്ട് അല്ലേ. അതുപോലെ തന്നെ മൃഗങ്ങൾക്കും ഉണ്ട്. മനുഷ്യനെ മാത്രമല്ല മറ്റു ജന്തുക്കളെയും സസ്യങ്ങളെയും ഇത്തരം രോഗകാരികൾ ബാധിക്കുന്നു. രോഗകാരികളിൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? എങ്ങനെയാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗങ്ങൾ പകരുന്നത്? ഏതിലൂടെയൊക്കെയാണ്? സ്പർശനം വഴി, മലിനമായ ആഹാരവും ജലവും വഴി അല്ലേ, ചുമ, തുമ്മൽ, പിന്നെ അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ, പിന്നെ വാഹകരായ ജന്തുക്കൾ, അതുപോലെ തന്നെ വസ്ത്രം എന്നിവയിലൂടെയൊക്കെ എന്താണ്
നമുക്ക് രോഗങ്ങൾ പകരാം. ഇനി നെക്സ്റ്റ് പറയുന്നത് എലിപ്പനിയെ കുറിച്ചിട്ടാണ്. എലിപ്പനി എന്ന് പറയുന്നത് എന്താണ്? ഏത് രോഗമാണ്? ബാക്ടീരിയ രോഗമാണ് അല്ലേ? എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എലിപ്പനി അല്ലേ? എലിപ്പനി എന്ന് പറയുന്നത് ഇതാണ്, ബാക്ടീരിയ രോഗമാണ്. നമുക്ക് ഓപ്ഷനിൽ കാണാനായിട്ട് സാധിക്കാം. ഇനി ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. അതായത് എലിപ്പനി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബാക്ടീരിയ രോഗമാണെന്ന്. ഈ ബാക്ടീരിയ എന്ന് വെച്ചാൽ എന്താണ്? ബാക്ടീരിയ എന്ന് വെച്ചാൽ ഒരു പ്രോകാരിയോട്ടാണ്. എന്താണ് പ്രോകാരിയോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു ചെന്നാൽ ഇത് പെരുകും. ഓക്കെ, ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവ എന്താണ്? ഈ ബാക്ടീരിയാസ് ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ടോക്സിൻ എന്ന് വെച്ചാൽ എന്താണ്? വിഷവസ്തുക്കളാണ്. ഈ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യണം. അപ്പോൾ എലിപ്പനി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രോകാരിയോട്ടാണ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു ചെന്നാൽ അത് പെരുകാണ് ചെയ്യുന്നത് അല്ലേ? വിഭജനത്തിലൂടെ പെരുകാണ് ചെയ്യുക. അപ്പോൾ അവിടെ ടോക്സിൻ പുറപ്പെടുവിക്കുന്നുണ്ട്, വിഷവസ്തുക്കൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷവസ്തുക്കൾ എന്ത് ചെയ്യും? കോശങ്ങളെ നശിപ്പിക്കണം. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറിയാണ്. അപ്പോൾ എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ചോദിക്കാം. ഏതാണ്? ലെപ്റ്റോസ്പൈറിയാണ്. എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിൽ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ കൂടുതലായിട്ട് എലിപ്പനി വരാൻ ചാൻസ് എന്താണ്? എലികളുടെയും നായ്ക്കളുടെ ഒക്കെ മറ്റു മൃഗങ്ങളുടെയൊക്കെ മൂത്രം വെള്ളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വെള്ളത്തിൽ നമ്മുടെ കാലത്തട്ട് അല്ലെങ്കിൽ ആ ഒരു ഈർപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് എത്താണെന്നുണ്ടെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ശരീരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മുറിവുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാക്ടീരിയ വരും അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെറിയ മുറിവിലൂടെ ഈ ബാക്ടീരിയകളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ട് ഇവ ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇവ എന്താണ്? രക്തലോമികകളിലാണ് തകരാറുണ്ടാക്കുന്നത്. എന്നിട്ട് എന്താണ്? ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ചോദിക്കാം. ഏതാണ്? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് നടക്കുന്ന PSCകളിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു കുറച്ച് എന്താണ് രോഗലക്ഷണങ്ങൾ തരും, എന്നിട്ട് ചോദിക്കും ഇത് ഏത് രോഗമാണ് എന്ന് ചോദിക്കാം. ഇവിടെ എന്താണ് എലിപ്പനിയുടെ രോഗലക്ഷണം എന്ന് പറയുന്നത്? ഇപ്പോൾ ACRT എടുത്ത് പറയുന്ന കാരണം നമുക്ക് കുറച്ച് രോഗങ്ങൾ പഠിച്ചു പോകണം. ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവ മുഖ്യ ലക്ഷണങ്ങളാണ്. പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം അല്ലേ? തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചാൽ പരിപൂർണമായും ഭേദമാക്കാവുന്ന രോഗമാണ് എലിപ്പനി. ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന തിരിച്ചറിവ് രോഗവ്യാപനം തടയുന്നതിന് അത്യാവശ്യമാണ്. അപ്പോൾ എലിപ്പനി എന്ന് വെച്ചാൽ എന്താണ്? എലിപ്പനി ബാക്ടീരിയ രോഗമാണ്. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയയാണ് അതിന് കാരണമാകുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നെക്സ്റ്റ് ഇവിടെ എന്താണ്? പ്രളയാന്തരമുള്ള മുൻകരുതലുകൾ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് വായിച്ചിരിക്കേണ്ടതുള്ളൂ. അപ്പോൾ എന്താണ്? തിളപ്പിച്ചാറിയ അപ്പോൾ നമ്മുടെ പ്രളയം വന്നതിന് ശേഷം എന്താണ്? വെള്ളമൊക്കെ കയറിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് എന്താണ്? വിമുക്തമാകണം അല്ലേ? അതുപോലെ തന്നെ എന്താ തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം കുടിക്കണം അല്ലേ? അതുപോലെ തന്നെ ക്ലോറിൻ ഉപയോഗിച്ച് ശുദ്ധീകരിക്കണം വെള്ളം. അതൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വ്യക്തി ശുചിത്വം, അതുപോലെ തന്നെ പരിസര ശുചിത്വവും എന്താണ്? പാലിക്കണം എന്ന് പറയുന്നു. ഇനി മറ്റു ബാക്ടീരിയ രോഗങ്ങളിൽ ഒന്നാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം പഠിച്ചു. എലിപ്പനി എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ രോഗമാണ്. ഡിഫ്തീരിയ ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള്. അപ്പോൾ ഡിഫ്തീരിയ അങ്ങനെയാണ് പകരുന്നത്. ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ, അല്ലാന്നുണ്ടെങ്കിൽ തൊണ്ടമുള്ള്. അപ്പോൾ ചുമ, തുമ്മൽ അല്ലേ? ചുമയും തുമ്മലൂടെയാണ് എന്ത് പകരുന്നത്? ഡിഫ്തീരിയ പകരുന്നത്. ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ട വിവരണം നോക്കാം. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്ഥലത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ. എവിടെയാണ് ബാധിക്കുന്നത്? മൂക്ക്, തൊണ്ട അല്ലേ? മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്ഥലത്തെയാണ് ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. കോറിനെ ബാക്ടീരിയം ഡിഫ്തീരിയയാണ് രോഗകാരി. അപ്പോൾ രോഗകാരി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കോറിനെ ബാക്ടീരിയം ഡിഫ്തീരിയെ. എന്താണ് രോഗകാരി? ഏതാണ്? കോറിനെ ബാക്ടീരിയം ഡിഫ്തീരിയെ. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു. അപ്പോൾ രോഗകാരി ചോദിക്കുകയാണെങ്കിൽ കോറിനെ ബാക്ടീരിയ ഡിഫ്തീരിയാണ്. ഇവയും എന്താണ്? ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ? ഈ ടോക്സിനുകൾ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു.
ടോക്സിനുകളാൽ നശിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരു ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ടോക്സിൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ. ഈ ടോക്സിനുകൾ കാരണമാണ് പനിയും തൊണ്ടവേനൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ആ കോശങ്ങളിൽ 2-3 ദിവസങ്ങൾക്ക് ശേഷം കട്ടിയുള്ള ചാരനിറത്തിൽ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ആവരണം പോലെ ചാരനിറത്തിൽ കാണപ്പെടുന്നു. അങ്ങനെ ക്രമേണ മസ്തിഷ്കം, ഹൃദയം എന്നിവ തകരാറിലാകുന്നു. അപ്പം കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിലാണ് ഇത് അല്ലേ, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിലും തൊണ്ടവേദനയൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ബാധിക്കുന്ന. തൊണ്ടേനെ അതുപോലെ തന്നെ ലിംഫ് ഗ്രന്ഥികളിലൊക്കെയാണ് അല്ലേ വീക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം 2-3 ദിവസം കഴിഞ്ഞാൽ ഒരു ആവരണം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആൻറ്റി ടോക്സിനുകൾ രോഗബാധ ഏൽക്കാതെ കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കാം. അതായത് നമ്മൾ ടോക്സിനുകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ആൻറ്റി ടോക്സിനുകളുണ്ട്. ഈ ആൻറ്റി ടോക്സിനുകളൊക്കെ എന്താണ്, നമ്മൾ രോഗബാധ തീരെ വരാത്ത ഭാഗങ്ങളുണ്ടല്ലോ, ആ കോശങ്ങളൊക്കെ സംരക്ഷിക്കാൻ പറ്റും. എന്നാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്ന് ഉപയോഗിച്ച് രോഗിയെ രക്ഷിക്കാനാകില്ല. അതിനാൽ ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗം എന്താണ്? വാക്സിൻ സ്വീകരിക്കുക എന്നതാണ്. അപ്പോൾ തൊണ്ടമുള്ള വരാതിരിക്കുന്നതിനായിട്ട് വാക്സിൻ സ്വീകരിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള മാർഗം. തൊണ്ടമുള്ള എന്ന് പറയുന്നത് ഡിഫ്തീരിയ എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ രോഗമാണ്. നെക്സ്റ്റ് പറയുന്നത് ക്ഷയമാണ്. ക്ഷയം എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? ബാക്ടീരിയ രോഗമാണ്. അപ്പോൾ ഈ 3 ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഏതൊക്കെയാണ്? എലിപ്പനി, ഡിഫ്തീരിയ, അതുപോലെ തന്നെ ക്ഷയം. അത് കാരണം തന്നെ ഈ ഒരു 3 കുറേ പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. SCRT ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം നന്നായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ വ്യാപകമായി ഭീതി പരത്തിയിരുന്ന രോഗമായിരുന്നു ക്ഷയം. ഇനി ഈ ക്ഷയത്തിൻ്റെ ഉണ്ടല്ലോ, ഈ ക്ഷയത്തിൻ്റെ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്. രോഗകാരി ആരാണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് രോഗകാരി. മുഖ്യ ലക്ഷണങ്ങൾ ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ. അപ്പോൾ എന്താണ് ക്ഷയത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്? ഭാരക്കുറവ് അനുഭവപ്പെടുക, അതുപോലെ തന്നെ എന്താണ്? ക്ഷീണവും സ്ഥിരമായ ചുമയുമാണ്. ഇനി രോഗപകർച്ച എങ്ങനെയാണ് പകരുന്നത്? രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നു. ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തുമ്മുമ്പോഴൊക്കെ അല്ലേ. നേരത്തെ നമ്മൾ ഡിഫ്തീരിയ ഇതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ലക്ഷണം പക്ഷേ എന്താണ്? ക്ഷീണം അതുപോലെ തന്നെ ചുമയൊക്കെയാണ്. ഇനി രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ, ശ്വാസകോശത്തെയാണ് ആദ്യം ഈ ബാധിക്കുക ക്ഷയരോഗം. പിന്നീട് വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയെയും ഈ രോഗം ബാധിക്കുന്നു. അപ്പോൾ ക്ഷയരോഗം ആദ്യം ബാധിക്കുന്ന ശ്വാസകോശത്തെയാണ്. പിന്നീട് വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയെയും ബാധിക്കുന്നു. ഇനി ചികിത്സ എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ്. ചികിത്സ എന്താണ്? ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ്. ഇനി നമ്മൾ പറഞ്ഞു ഈ ക്ഷയത്തിന് എന്തുണ്ട്? വാക്സിൻ ഉണ്ട് കേട്ടോ. ഡിഫ്തീരിയക്ക് നമ്മൾ പറഞ്ഞു വാക്സിൻ ഉണ്ടെന്ന്. ക്ഷയത്തിൻ്റെ വാക്സിൻ ഏതാണ്? BCG ആണ്. അല്ലേ. ബേസിലസ് കാൽമെറ്റിക് യൂറിൻ ആണ് അല്ലേ. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? BCG ആണ്. അപ്പോൾ ഈ 3 ക്ലിയർ ആയല്ലോ. 3 ബാക്ടീരിയ രോഗം എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. ഇനി കുറേ ബാക്ടീരിയ രോഗങ്ങളുണ്ട് അല്ലേ. നമ്മൾ PSC പഠിക്കുന്നവർക്ക് അറിയാം കുറേ ബാക്ടീരിയ രോഗങ്ങളുണ്ട്. പക്ഷേ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്, അതായത് നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് SCRT ആണ്. SCRT പറയുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. നെക്സ്റ്റ് നമുക്ക് വൈറസ് രോഗങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്താണ് വൈറസ്? വൈറസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിന്. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA ഉണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ RNA ഉണ്ടാവും അല്ലേ. ഈ തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ഒരു ഘടനയാണ് ഇതിനുള്ളത്, വൈറസിനുള്ളത്. സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിലില്ല. സാധാരണ നമുക്ക് കാണപ്പെടുന്ന കോശത്തിൽ അംഗങ്ങളുണ്ടല്ലോ, ഇവയൊന്നും ഈ കോശാംഗങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതോ 6ാം ക്ലാസ്സിൽ SCRT പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കോശാംഗങ്ങൾ ഒന്നും എന്തിനില്ല? സാധാരണ ഉള്ള പോലെ ഒന്നും ഈ വൈറസിനില്ല. പക്ഷെ എന്താണ്? ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. അപ്പോൾ വൈറസ് എങ്ങനെയാണ് പെരുകുന്നത്? ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വൈറസുകൾ പെരുകുന്നത്. മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കാറുണ്ട്. മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെ ബാധിക്കുന്നുണ്ട്, മറ്റു ജന്തുക്കളെ ബാധിക്കുന്നുണ്ട് അല്ലേ. ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും ബാധിക്കുന്നുണ്ട്, ഈ വൈറസുകൾ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വൈറസ് എന്ന് വെച്ചാൽ? ഒരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഒരു DNA അല്ലെങ്കിൽ RNA ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് അല്ലേ. ഈ വൈറസ് സാധാരണയായിട്ട് ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് പെരുകുന്നത്. അതുപോലെ തന്നെ സാധാരണ കോശങ്ങളിലുള്ള പോലെ തന്നെ കോശാംഗങ്ങളൊന്നും ഇതിലില്ല. അതുപോലെ തന്നെ എന്താണ് ഇതെന്ന് പറയുന്നത്? മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും
മനുഷ്യരെയും ജന്തുക്കളെയും അതുപോലെ തന്നെ സസ്യങ്ങളെയും ജന്തുക്കളെയും മനുഷ്യരെയൊക്കെ എന്ത് ബാധിക്കുന്നുണ്ട്? ഈ വൈറസ് ബാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത കാലത്ത് കേട്ട ഒരു വൈറസാണ് നിപ്പ വൈറസ് അല്ലേ? നിപ്പ വൈറസ്. ഈ നിപ്പ വൈറസ് എങ്ങനെയൊക്കെയാണ് പെരുകുന്നത്, എങ്ങനെയാണ് ഈ വൈറസ് പകരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിപ്പ വൈറസ് വാഹകരായ പഴം ഭക്ഷിക്കുന്ന വാവലുകൾ, അതായത് നമുക്ക് ഈ വവ്വാലുകളിലൊക്കെ കൂടുതലും നിപ്പ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വവ്വാല് കഴിച്ചിട്ടുള്ളപ്പോൾ എന്തെങ്കിലും ഈ നിപ്പ ഉള്ള വവ്വാലല്ലേ, നിപ്പ വൈറസ് വാഹകരായിട്ടുള്ള പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളാണ് പറയുന്നത്. അപ്പോൾ ഈ വവ്വാലുകൾ ഭക്ഷിച്ചിട്ടുള്ള ഈ പഴങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ജന്തുക്കളും കഴിക്കാം, മനുഷ്യന്മാരും കഴിക്കാം അല്ലേ? അപ്പോൾ അതുവഴിയാണ്. അപ്പോൾ മനുഷ്യരിലാണെന്നുണ്ടെങ്കിൽ വവ്വാലിൻ്റെ ഉമിനീരോ മൂത്രം അങ്ങനെ എന്തെങ്കിലും ഒരു സ്പർശമേറ്റാൽ മതി. അതുപോലെ തന്നെ പന്നികളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ്. ഇനി വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ മനുഷ്യരിലേക്ക് എത്താണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പന്നികളിലേക്ക് മൃഗങ്ങളിൽ എത്താണെന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കാം? രോഗം പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ഭീതി പടർത്തിയിട്ടുള്ള രോഗമാണ്. അതിനാലാണ് ആ ഒരു നിപ്പയെക്കുറിച്ച് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് എയ്ഡ്സ് ആണ്. എയ്ഡ്സും PSCക്ക് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എയ്ഡ്സ് അല്ലേ? ലോകത്തെ ഭീതിയിലാഴ്ത്തിയ രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ്. എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ് പെരുകുന്നു. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഏതാണ്? ലിംഫോസൈറ്റ് ആണല്ലേ? നമ്മൾ രക്തകോശങ്ങളിൽ മോണോസൈറ്റും ലിംഫോസൈറ്റും ഒക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിലെ ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ട് പെരുകുന്ന വൈറസാണ് എന്ന് പറയുന്നത് എയ്ഡ്സ് എന്ന് പറയുന്നത് അല്ലേ? തന്മൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. അപ്പോൾ എയ്ഡ്സ് ചോദിച്ചിട്ടുണ്ട്. ഏതിനെയാണ് ബാധിക്കുന്നത്? കൂടുതലായിട്ട് ലിംഫോസൈറ്റിനെയാണ്. ലിംഫോസൈറ്റിനെയാണ് നമുക്ക് ഒരു ഓപ്ഷൻ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ്? ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വരെ തകരാറിലാക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും എയ്ഡ്സ് ബാധിക്കുന്നതിനെയാണ് ലിംഫോസൈറ്റിനെയാണ്. ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ തരം രോഗാണുക്കളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയെ മാരകമാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എയ്ഡ്സ് പകരുന്നതെന്ന് മനസ്സിലായില്ലേ? ഏതൊക്കെ വഴികളിലൂടെയാണ് എയ്ഡ്സ് പകരുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതിനെയാണ് ബാധിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇതിനെയാണ് ലിംഫോസൈറ്റിനെയാണ് അല്ലേ? നമ്മുടെ ശരീരത്തിലെ WBC അല്ലേ, വൈറ്റ് ബ്ലഡ് സെല്ലിലാണെന്ന് പറയുന്നത് ഈ ലിംഫോസൈറ്റൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിംഫോസൈറ്റിനെയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഈ വൈറസ് ആദ്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ? അതിനുശേഷം ഇത് എങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നത്? ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ട് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എങ്ങനെയാണ് പകരുന്നതെന്നാണ്. ഏത് വിധത്തിലൂടെയാണ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, അതുപോലെ HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ, HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ. അപ്പോൾ 4 വിധേനയാണ് പറയുന്നത്. കൂടുതലും ഈ 3 എണ്ണമാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, അതുപോലെ തന്നെ HIV ഉള്ള അമ്മയിൽ നിന്ന് കുട്ടികളിലേക്ക്, അതുപോലെ തന്നെ HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്താണ്? HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചു? എയ്ഡ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? എയ്ഡ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഒരു രോഗമാണ്. എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്? ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചാൽ ഒരു കരൾ രോഗമാണ്. എന്താണ് ഹെപ്പറ്റൈറ്റിസ്? ഒരു കരൾ രോഗമാണ്. വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് രോഗമുണ്ടാക്കുന്നു. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കരൾ രോഗമാണ് എങ്കിലും വൈറസ് മൂലവും എന്തുണ്ടാകാം? ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗമുണ്ടാകാം. കരളിനുണ്ടാകുന്ന വീക്കമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. കാരണം എന്താണ്? ഇതെന്ന് പറയുന്നത് കരളിനെ ബാധിക്കുന്നില്ലേ? അപ്പോൾ കരളിൽ ഉണ്ടാകുന്ന വീക്കമാണ് ശരീരത്തിലെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടയപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബിലിറുബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടും. അപ്പോൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പിത്തരസം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പിത്തരസത്തിൽ എന്തുണ്ട്? ബിലിറുബിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തുവുണ്ട് അല്ലേ? ഈ ബിലിറുബിൻ എന്ന് പറയുന്ന മൂത്രത്തിന് മഞ്ഞ കളർ നൽകുന്നത് ഈ ബിലിറുബിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ്. എന്നാൽ എന്ത് സംഭവിക്കും? ഈ ഒരു രോഗം വരാണെന്നുണ്ടെങ്കിൽ ഈ ബിലിറുബിൻ്റെ അളവ് നന്നായിട്ട് കൂടും. ബിലിറുബിൻ്റെ അളവ് നന്നായിട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നോക്കിയൊക്കെ? ഇത് ശ്ലേഷ്മസ്തരത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും നൽകുന്ന കടും മഞ്ഞ നിറമാണ് രോഗത്തിൻ്റെ ബാഹ്യലക്ഷണം എന്ന് പറയുന്നത്. അതായത് ഈ
ബിലിറുബിൻ എന്ന് പറഞ്ഞ വസ്തു എന്ന് പറയുന്നത് നന്നായിട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ മഞ്ഞ കളർ വരും? കണ്ണിൻ്റെ വെള്ളയിൽ, നഖത്തിൽ, അതുപോലെ തന്നെ നഖത്തിലും, അതുപോലെ തന്നെ പിന്നെ എന്താ പറഞ്ഞത്, കണ്ണിന് വെള്ളയും നഖവും പിന്നെ ശ്ലേഷ്മ സ്ഥലത്തിലും എന്തുണ്ടായിരിക്കും? നല്ല മഞ്ഞ കളർ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ മലിനമായ ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുന്നു. അപ്പോൾ ഏതുവഴിയൊക്കെ പകരം? മലിനമായ ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയും രക്തം വ്യാപിക്കാം. HIV പകരുന്ന അതേ സാഹചര്യങ്ങളിലൂടെ ചിലയിനം ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളും പകരാം. HIV പകരുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു അല്ലേ? ഇതുവഴിയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുവഴിയും എന്താണ് നമ്മളിൽ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം വരാമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വൈറസ് മൂലമുണ്ടാകുന്ന ഒരു രോഗം മാത്രമാണ് പഠിച്ചത് അല്ലേ? വൈറസ് മൂലമുണ്ടാകുന്ന എയ്ഡ്സിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ പിന്നെന്താണ് എയ്ഡ്സ് മാത്രം പഠിച്ചു. പിന്നെ നിപ്പ വൈറസിനെ കുറിച്ചും ചെറുതായിട്ടൊന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് ആണ് പ്രോട്ടോസോവ. പ്രോട്ടോസോവ അല്ല, നെക്സ്റ്റ് വരുന്നത് ഫംഗസ് ആണ്. ഫംഗസ് കഴിഞ്ഞതിന് ശേഷം പ്രോട്ടോസോവ പഠിക്കാം. അപ്പോൾ ഫംഗസ് രോഗങ്ങൾ, പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ. ഫംഗസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പൂപ്പലുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് എന്ന് പറയുന്നത് ഈ ഫംഗസുകൾ എന്ന് പറയുന്നത്. ചില ഫംഗസുകൾ രോഗകാരികളായി പ്രവർത്തിക്കുന്നു. എന്താണ്? ചില ഫംഗസ് രോഗകാരികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം. അതായത് നമ്മൾ ഫംഗസ് ആണെങ്കിലും ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിലും അതുമൂലമല്ല രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അവ എന്ത് ഉൽപ്പാദിപ്പിക്കാണ്? ടോക്സിനുകൾ, അതായത് വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അത് രോഗത്തിന് കാരണമാകുന്നത്. മനുഷ്യനെ ബാധിക്കുന്ന ചില ഫംഗസ് രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, നോക്കാം. ഇനി താരൻ എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുന്നുണ്ട്. താരൻ എന്ന് വെച്ചാൽ എന്താണ്? മൃതകോശങ്ങൾ പൊഴിയുന്നതിനനുസരിച്ച് ത്വക്കിലെ കോശങ്ങൾ തുടർച്ചയായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അതായത് നമ്മുടെ എന്താ പറയുക, ഈ മൃതകോശങ്ങളൊക്കെ പൊഴിയുമ്പോൾ പുതിയ കോശങ്ങൾ വന്നുകൊണ്ടിരിക്കും അല്ലേ? ഇപ്പം ഈ പുതിയ കോശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, താരൻ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ നാം പറഞ്ഞു, ഈ പഴയത് അതിൻ്റെ മൃതകോശങ്ങളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പുതിയ കോശങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. ഇത് പൊഴിയുന്നതിനേക്കാളും വേഗത്തിൽ കോശങ്ങൾ വിഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവ ശൽക്കങ്ങളായിട്ട് മാറും. ഇതിനെയാണ് എന്ന് പറയുന്നത് താരൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ കോശങ്ങളൊക്കെ പൊഴിയുന്നതിന് മുമ്പ് തന്നെ, അതായത് കോശങ്ങൾ ഫുള്ളായിട്ട് പോയിട്ടില്ല, അതായത് മൃതകോശങ്ങളൊന്നും ഫുള്ളായിട്ട് പൊഴിഞ്ഞു പോയിട്ടില്ല, പക്ഷെ അതിന് മുമ്പ് തന്നെ വീണ്ടും പുതിയ കോശങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ അതൊരു ശൽക്കങ്ങളായിട്ട് മാറും. ഇതിനെയാണ് എന്ന് പറയുന്നത് താരൻ എന്ന് പറയുന്നത്. ഈ സന്ദർഭത്തിൽ ത്വക്കിനെ ബാധിക്കുന്ന ചില ഇനം ഫംഗസുകൾ അസഹ്യമായ ചൊറിച്ചിലും അണുബാധയും ഉണ്ടാക്കാം. അപ്പോൾ ഈ കോശങ്ങൾ കൊഴിയുന്ന, അതുപോലെ തന്നെ എന്താണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് ഈ ചില ഫംഗസുകൾ ഇതിനെ എന്താണ് ഈ ത്വക്കിനെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ചെറിയ ചൊറിച്ചിലും അതുപോലെ തന്നെ അണുബാധയൊക്കെ ഉണ്ടാക്കാം. ശൽക്കങ്ങൾ വെളുത്ത പൊടികളായി ഇളകി വീഴാനും മുടി കൊഴിച്ചിലിനും കാരണമായേക്കാം. ശൽക്കങ്ങൾ വെളുത്ത പൊടികളായിട്ട് വീഴാനും അതുപോലെ തന്നെ ഈ മുടി കൊഴിച്ചിലിനും കാരണമാകുന്ന എന്താണെന്ന് പറയുന്നത്? ഫംഗസ് ആണ് എന്നാണ് പറയുന്നത് അല്ലേ? ഇനി ചിലയിനം ഫംഗസുകൾ ത്വക്കിലുണ്ടാകുന്ന രോഗമാണ് വട്ടച്ചൊറി അല്ലേ? വട്ടച്ചൊറി എന്ന് വെച്ചാൽ എന്താണ്? ചിലയിനം ഫംഗസുകൾ നമ്മുടെ ത്വക്കിലുണ്ടാകുന്ന രോഗം, അതായത് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? വട്ടച്ചൊറി എന്ന് പറയുമ്പോൾ അതാണ്, വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായിട്ടാണ് രോഗം പ്രത്യക്ഷമാകുന്നത്. സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത്. അതായത് ഈ രോഗം എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്പർശനത്തിലൂടെയും അതുപോലെ തന്നെ സമ്പർക്കം വരാണെന്നുള്ളതാണ് ഈ ഒരു സംഭവം പകരുന്നത്, വട്ടച്ചൊറി. ഇനി കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫുട്ട്. അത്ലറ്റ്സ് ഫുട്ട് എന്ന് വെച്ചാൽ നോക്കി, ഈ കാൽവിരലിൻ്റെ ഇടയിലും അതുപോലെ തന്നെ പാദങ്ങൾക്കിടയിലൊക്കെ ഈ ഫംഗസുകൾ ഉണ്ടാക്കുന്ന ഈ രോഗത്തെയാണെന്ന് പറയുന്നത് അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുന്നത്. ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മുഖ്യ രോഗലക്ഷണം. മലിനജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴി കാൽവിരലുകൾക്കിടയിലൂടെയാണ് രോഗാണുക്കൾ പ്രവേശിക്കുന്നത്. അതായത് മലിനജലവും അതുപോലെ തന്നെ മണ്ണും വഴി നമുക്കൊരു സമ്പർക്കം വരാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഈ കാൽവിരലുകൾക്കിടയിലൂടെ കൂടുതലായിട്ട് എന്താണ് ഈ അത്ലറ്റ്സ് ഫുഡ് എന്ന് വെച്ചാൽ കാൽവിരലുകൾക്കിടയിലൂടെ പകരുന്ന രോഗമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് ഈ ഫംഗസിനെ കുറിച്ച് അധികം പഠിക്കാനില്ല. നമുക്ക് ഫംഗസിനെ കുറിച്ച് ഇത്രയും പഠിച്ചു വെച്ചിരിക്കാം. നെക്സ്റ്റ് പ്രോട്ടോസോവ രോഗങ്ങൾ. ഇപ്പോൾ പ്രോട്ടോസോവ രോഗങ്ങളിൽ എപ്പോഴും ചോദിക്കുന്നത് എന്താണ്? ഇതിനെ കുറിച്ചിട്ടാണ് ചോദിക്കാറ് കണ്ടിട്ടുള്ളത്. മലമ്പനി അല്ലേ? മലമ്പനി, മന്തൊക്കെ എന്താണ്? മലമ്പനിയെ കുറിച്ചാണ് ചോദിക്കുക അല്ലേ? മലമ്പനിയെ കുറിച്ചിട്ടാണ് ചോദിക്കാറ്. നമുക്ക് നോക്കാം. പ്രോട്ടോസോവ രോഗങ്ങൾ. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. എന്താണ്? ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി. മലമ്പനി എന്താണ്? പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ്. മലമ്പനി എന്താണ്? പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയേ. മലമ്പനി എങ്ങനെയാണ് പകരുന്നത്, അല്ലെങ്കിൽ ആരാണ് രോഗക്കാരി എന്നൊക്കെ പറയുന്നുണ്ട്.
പറയുന്നത് മലമ്പനി രോഗക്കാരി ആരാണ്? പ്ലാസ്മോഡിയമാണ്. വാഹകർ അനോഫിലസ് പെൺകൊതുകാണ്. റിപ്പീറ്റഡ് ആണ് കേട്ടോ. മലമ്പനിയിൽ എന്താണ്? അനോഫിലസ് പെൺകൊതുകാണ്. ഇത് ആരെയാണ് ബാധിക്കുന്നത്? മനുഷ്യനെയാണ് ബാധിക്കുന്നത്. വിറയലോട് കൂടിയ പനി, അമിത വിയർപ്പ് എന്നിവയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. പനി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കൂടുതലും വിയർപ്പും ഉണ്ടായിരിക്കാം. അനുബന്ധമായി തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച എന്നിവയും ഉണ്ടാകാം. തലവേദനയും ഛർദിയും അതുപോലെ തന്നെ പനിയും അതുപോലെ തന്നെ എന്താണ് വിയർപ്പും, അമിതമായിട്ടുള്ള വിയർപ്പൊക്കെയാണ് ഈ മലമ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? വിരകളും രോഗകാരികളും. ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന മന്തുരോഗം. അപ്പോൾ ഈ മന്തുരോഗം ഉണ്ടാക്കുന്നത് എന്താണ്? ഫൈലേറിയൽ വിരകളാണ്. ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? മന്തുരോഗം എന്ന് പറയുന്നത് അല്ലേ. ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ് മന്തുരോഗം പകരുന്നത്. ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിന്റെ പ്രവാഹം തടയപ്പെടുന്നു. ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കും. ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലിംഫിന്റെ പ്രവാഹം തടയും. ഈ വിരകളുള്ള കാരണമാണല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന രോഗമാണ് മന്തുരോഗം. അതായത് ഈ വിരകൾ വരാണെന്നുണ്ടെങ്കിൽ ലിംഫിലെ പ്രവാഹം തടസ്സപ്പെടാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ലിംഫ് വാഹികൾ വീങ്ങുന്നു അല്ലേ. നമ്മുടെ കാലൊക്കെ വീർക്കാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ. അങ്ങനെ മലിനമാകുന്ന പരിസരം രോഗകാരികളുടെ പെരുകൽ കേന്ദ്രമാണ്. കൊതുക്, ഈച്ച പോലുള്ള വാഹകരും പെരുകുന്നതോടെ സാംക്രമിക രോഗങ്ങൾ നിയന്ത്രണാതീതമാകുന്ന അവസ്ഥയുണ്ടാകുന്നു. സാംക്രമിക രോഗങ്ങൾ തടയണമെങ്കിൽ രോഗകാരികളും വാഹകരും പെരുകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയേ തീരൂ. പരിസരം മലിനമാക്കാതെ സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ എന്താ പഠിച്ചത്? നമ്മൾ സാംക്രമിക രോഗങ്ങളെ കുറിച്ചിട്ട് എന്തൊക്കെ പഠിച്ചു? നമ്മൾ എന്തിനെ കുറിച്ചൊക്കെ പഠിച്ചു? ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ്? വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ അല്ലേ. ഈ പ്രോട്ടോസോവയിൽ കൂടുതലായിട്ട് നമ്മൾ ഈ കൊതുകും ഈച്ച വഴിയും പകരുന്ന രോഗങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് രോഗാണുക്കളില്ലാതെയും രോഗങ്ങൾ ഉണ്ടാകാം അല്ലേ. ഈ രോഗാണുക്കൾ തന്നെ വേണമെന്നുണ്ടോ രോഗങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട്? അതായത് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട വേറെ കുറച്ച് രോഗങ്ങൾ, അതായത് ഇപ്പം ജനിതക രോഗങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ മനസ്സിലായില്ലോ അല്ലേ? മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് കൂടി ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ രോഗാണുക്കളില്ലാതെയും രോഗങ്ങൾ. ഈ രോഗങ്ങൾ എങ്ങനെയൊക്കെ പകരാം? ഒന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? സാംക്രമിക രോഗകാരികൾ വഴി പകരാമെന്ന് പറഞ്ഞു അല്ലേ. ഇനി ജീവിതശൈലി രോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ജനിതകപരമായിട്ടുള്ള രോഗങ്ങളുണ്ട്, തൊഴിൽ ജന്യ രോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ട് അല്ലേ. രോഗങ്ങൾ പലതരത്തിലുണ്ട് അല്ലേ. ജീവിതശൈലി രോഗങ്ങൾ, ജനിതകപരം രോഗങ്ങൾ, തൊഴിൽ ജന്യ രോഗങ്ങൾ, അതുപോലെ തന്നെ പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ എന്താണ്? സാംക്രമിക രോഗങ്ങൾ, അതായത് രോഗകാരികൾ വഴി പകരുന്ന രോഗങ്ങളുമുണ്ട് അല്ലേ. ഇനി എന്താണ് തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് വെച്ചാൽ? എന്താണ് തൊഴിൽ ജന്യ രോഗങ്ങൾ? ആ പേരിൽ തന്നെ അല്ലേ. തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന രോഗങ്ങളെയാണ് തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന രോഗങ്ങളെയാണ് തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ന്യൂമോകോണിയോസിസ്, സ്വർണം, ടിൻ, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും കോറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഉണ്ടാകുന്ന സിലിക്കോസിസ്, ആസ്ബസ്റ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ആസ്ബസ്റ്റോസിസ് തുടങ്ങിയവ തൊഴിൽജന്യ രോഗങ്ങളാണ്. അതായത് തൊഴിൽജന്യ രോഗങ്ങൾക്ക് എക്സാമ്പിൾ പറയുന്നത് നമുക്ക് പറഞ്ഞാൽ തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളാണ് അല്ലേ. തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. കൽക്കരി ഖനികളിലെ ജോലികളിലെ, അതുപോലെ തന്നെ സ്വർണം, ടിൻ, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും ഈ ഒരു രോഗം ഉണ്ടാകാം. അതുപോലെ തന്നെ കോറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കാണ് എന്തുണ്ടാകുന്നത്? സിലിക്കോസിസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ആസ്ബസ്റ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നതാണ് ആസ്ബസ്റ്റോസിസ് എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ. അപ്പോൾ കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്ക് ന്യൂമോകോണിയോസിസ്, സ്വർണം, ടിൻ, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്ക്, അതുപോലെ തന്നെ കോറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ജോലി ചെയ്യുന്നവർക്ക് സിലിക്കോസിസ്, ആസ്ബസ്റ്റോസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്ക് എന്താണ്? ആസ്ബസ്റ്റോസിസ് എന്ന് പറയുന്ന രോഗവും ഉണ്ടാകാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജനിതക രോഗങ്ങളാണ്. എന്താണ് ജനിതക രോഗങ്ങൾ എന്ന് വെച്ചാൽ? എന്താണ് ജനിതക രോഗങ്ങൾക്ക് കാരണം? എന്താണ്? കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. എന്താണ്? ജീനുകൾക്കുണ്ടാകുന്ന
അല്ലേ, ജീനുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. എക്സാമ്പിൾ ആണ് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയൊക്കെ. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഒക്കെ എന്താണ് ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഹീമോഫീലിയയെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ഹീമോഫീലിയ? എപ്പോഴും PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമുക്ക് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തവർക്കറിയാം, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് കൂടുതലും PSC ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ. നോക്കി എയ്ഡ്സിനെ കുറിച്ചിട്ടാണ് എപ്പോഴും ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എലിപ്പനിയുടെ ലക്ഷണങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കൂടുതലും ചോദ്യങ്ങൾ SCRTയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ബയോളജി ഇപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരുന്നുണ്ടല്ലോ. അതിനുശേഷം ഞാൻ സബ്ജക്റ്റ് വൈസ് ആയിട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകൾ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് SCRT കിട്ടും, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ട് കിട്ടും. അല്ലാതെ ടോപ്പിക് വൈസ് പഠിക്കുന്നവർക്ക് ഇപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷമല്ലേ നമ്മൾ പഠിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഒരു ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഹീമോഫീലിയ എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ് അല്ലേ. രക്തം കട്ട പിടിക്കുന്നത് നമുക്കറിയാം, വൈറ്റമിൻ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് വൈറ്റമിൻ K ആണെന്ന് അറിയാം അല്ലേ. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനുകളായിട്ടുള്ള ഫൈബ്രിനോജൻ അല്ലേ, ഫൈബ്രിനോജൻ എന്നാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പ്രകാരമാണ് രക്തം കട്ട പിടിക്കുന്നത്. എന്നാൽ ഇത്തരം പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ എന്തെങ്കിലും തകരാറ് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാം. അതായത് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തം നഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തം നഷ്ടം, അതായത് കൂടുതലും രക്തനഷ്ടം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ രോഗാവസ്ഥയാണ് എന്ത് പറയുന്നത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇതൊരു ജനിതക രോഗമായതിനാൽ പരിപൂർണ ചികിത്സ നിലവിലില്ല. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ജനിതക രോഗമാണ്, അതിനാൽ തന്നെ ഇതിനായിട്ടൊരു ചികിത്സ നിലവിലില്ല. ഉൽപാദനം തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ചാണ് രോഗത്തിന് താൽക്കാലിക ശമനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഹീമോഫീലിയ എന്ന് പറയുന്നത് ജനിതക രോഗമാണ്, അതിനാൽ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയില്ല. പക്ഷേ ഇതിന് പകരമായിട്ട് നമുക്ക് താൽക്കാലിക ശമനത്തിന് വേണ്ടി എന്ത് ചെയ്യും? ഈ ഉൽപ്പാദനം തകരാറിലാക്കി ഏതാണ് പ്രോട്ടീൻ, ആ പ്രോട്ടീൻ ഏതാണെന്ന് കണ്ടെത്തും. എന്നിട്ട് അവിടെ കുത്തിവെച്ചിട്ട് രോഗത്തിന് ചെറിയൊരു ശമനം ഉണ്ടാക്കും. പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമായ ഇത്തരം രോഗികൾക്കായി ചില സാമൂഹിക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹീമോഫീലിയ രോഗികളെ കണ്ടെത്തി പരിചരിക്കാനും ബന്ധുക്കളെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കാനും ഇത്തരം സന്നദ്ധ സംഘങ്ങൾ മുൻകൈയെടുക്കുന്നു. ഇനി നെക്സ്റ്റ് രോഗമാണ് സിക്കിൾ സെൽ അനീമിയ, അല്ലെങ്കിൽ എന്താണ്? അരിവാൾ രോഗം. സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ എന്താണ്? അരിവാൾ രോഗം. അരിവാൾ രോഗം എന്നറിയപ്പെടുന്ന രോഗം ചോദിക്കാറുണ്ട്. ഏതാണ്? സിക്കിൾ സെൽ അനീമിയ ആണ് അല്ലേ. ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യം വരുത്താം. ജീനുകളിലാണ് നമ്മൾ പറഞ്ഞു, ജീനുകളിലെ വൈകല്യം മൂലമാണ് ജനിതക രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഈ ജീനുകളിലെ വൈകല്യം രക്തത്തിലെ എന്തുണ്ട്? ഹീമോഗ്ലോബിൻ ഉണ്ട്. ഹീമോഗ്ലോബിന്റെ നിർമ്മാണ ഘടകങ്ങൾക്ക് ആവശ്യമാണ് അമിനോ ആസിഡുകൾ. ഈ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും എന്താണ്? വൈകല്യം വരുത്താം. തൽഫലമായി ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യാം. തൽഫലമായി എന്ത് സംഭവിക്കും? ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാകുന്നു. ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജന്റെ സംവഹന ശേഷി കുറയുന്നു. സിക്കിൾ സെൽ അനീമിയ രോഗികളിലെ അരുണ രക്താണുക്കൾക്ക് സംഭവിക്കുന്ന മാറ്റം നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഇവിടെ? അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു. നമ്മൾ പറഞ്ഞു ഹീമോഗ്ലോബിൻ എവിടെയാണുള്ളത്? RBCയിലാണുള്ളത്. RBC റെഡ് ബ്ലഡ് സെൽ, അതായത് അരുണ രക്താണുക്കളിലാണ് എന്നുള്ളത് ഹീമോഗ്ലോബിൻ ഉള്ളത്. ഈ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ വ്യത്യാസം വരാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അരുണ രക്താണുക്കൾ അരിവാൾ പോലെ ഇങ്ങനെ വളയും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹക ശേഷി കുറയും. അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. ക്ലിയർ ആണല്ലോ? അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്, ഒഴുകാനായിട്ട് പറ്റുന്നില്ല അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? രക്തപ്രവാഹം അവിടെ തടസ്സപ്പെടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? രണ്ട് രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്താണ്? ഏതാണ് ജനിതക രോഗങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലേ. ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് ക്യാൻസർ ആണ്. എന്താണ് ക്യാൻസർ എന്ന് വെച്ചാൽ? എന്താണ് ക്യാൻസർ? ഇപ്പോൾ കൂടുതലായിട്ട് ആളുകളിൽ ക്യാൻസർ കണ്ടുവരുന്നുണ്ട് അല്ലേ. അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. എന്ന് വെച്ചാൽ എന്താണ്? കോശ വിഭജനം, അതായത് ഇങ്ങനെ തുടർച്ചയായിട്ട് കോശ വിഭജനം വഴി ഒരു ഭാഗത്ത് എന്തെങ്കിലും ചെറിയൊരു ഇത് വന്നാൽ എന്ത് സംഭവിക്കും? മറ്റുള്ള കോശങ്ങളിലൊക്കെ ഇത് പെട്ടെന്ന് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. കോശ വിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ഈ കോശ വിഭജന പ്രക്രിയ നടക്കുമ്പോൾ അവിടുത്തെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായാൽ എന്ത് സംഭവിക്കും? ഈ സാധാരണ കോശങ്ങൾ എന്തായിട്ട് മാറും? ക്യാൻസർ
കോശങ്ങളായിട്ട് മാറും. പരിസ്ഥിതി ഘടകങ്ങൾ, പുകവലി, വികിരണം, വൈറസ്, പാരമ്പര്യ ഘടകങ്ങൾ തുടങ്ങിയവ ഇതിന് കാരണമാകാം. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് പാരമ്പര്യ രോഗമാണ്. അതുപോലെ തന്നെ പുകവലി മൂലം ഉണ്ടാക്കുന്ന രോഗമാണ്. അതുപോലെ തന്നെ എന്താണ്, വികിരണം വഴി വികിരണം, അതുപോലെ തന്നെ വൈറസ്, മറ്റ് പരിസ്ഥിതി ഘടകങ്ങൾ മൂലമൊക്കെ എന്തുണ്ടാകാം, ക്യാൻസർ എന്ന് പറയുന്ന രോഗമുണ്ടാകാം. രക്തം, ലിംഫ് എന്നീ ശരീരദ്രവങ്ങളിലൂടെ ക്യാൻസർ കോശങ്ങൾ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് രോഗാവസ്ഥ സങ്കീർണമാകാം. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ക്യാൻസർ രോഗികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതൊരു ഭാഗത്തൊരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അത് മറ്റ് കലകളിലേക്ക് വ്യാപിക്കുന്നുണ്ട് അല്ലേ, മറ്റു പല കോശങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പെട്ടെന്ന് കോശങ്ങളിലേക്ക് എങ്ങനെയാണ് വ്യാപിക്കുന്നത്, ഈ രക്തം, ലിംഫ് എന്നീ ശരീരദ്രവങ്ങളിലൂടെയാണ്. ഇനി ശസ്ത്രക്രിയ, രാസചികിത്സ, വികിരണ ചികിത്സ എന്നിവയെല്ലാം ഇന്ന് ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ രോഗമുക്തി പ്രയാസകരമായതിനാൽ ഏറ്റവും നേരത്തെ രോഗബാധ തിരിച്ചറിയുക എന്നത് ക്യാൻസർ ചികിത്സയിൽ നിർണായകമാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് ക്യാൻസറിനൊക്കെ പല ഘട്ടങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ രോഗിയെ രക്ഷിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് നമ്മൾ ആദ്യം തന്നെ രോഗം കണ്ടെത്താണെന്നുണ്ടെങ്കിൽ പിന്നെ ചികിത്സയ്ക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് പറയുന്നു. ഇനി ക്യാൻസറും കേരളവും അത്രയാണ് പറയുന്നത്. 50,000-ൽ പരം പുതിയ ക്യാൻസർ രോഗികൾ പ്രതിവർഷം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നും 20% ക്യാൻസറുകൾ ചില ആഹാര ഘടകങ്ങൾ മൂലമാണെന്നും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പോൾ കുറച്ചൊക്കെ എന്താണ്, ഈ ആഹാരങ്ങളിലൂടെയാണ്, ചില ആഹാര ഘടകങ്ങൾ മൂലമാണെന്ന് പറയുന്നുണ്ട്. പുരുഷന്മാരിൽ 50% ക്യാൻസറുകൾ വായ, തൊണ്ട, ശ്വാസകോശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. കൂടുതലും പുകവലിയും മദ്യപാനവുമാണ് ഇതിന് കാരണമായിട്ടുള്ളത്. രോഗികളുടെ നിരക്ക് കൂടുന്നുണ്ടെങ്കിലും രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. ക്യാൻസർ ജനിതക രോഗമാണെങ്കിലും പാരമ്പര്യ രോഗമായിട്ട് പരിഗണിക്കുന്നില്ല. അപ്പോൾ പാരമ്പര്യ രോഗമാണെന്ന് പറയാനായിട്ട് പറ്റില്ല. എന്നാൽ എന്താണ്, ക്യാൻസർ ഒരു ജനിതക രോഗം തന്നെയാണ്. അതായത് പാരമ്പര്യം വഴി നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്, ക്യാൻസർ വരുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും എന്താണ്, അത് പാരമ്പര്യം വഴി ലഭിക്കുന്ന രോഗമല്ല എന്ന് മനസ്സിലാക്കാം. ഇനി നോക്കിയോക്കെ, ഇവിടെ നമുക്ക് പ്രമേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹൃദ്രോഗത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം, ആഹാരശീലങ്ങളിലെ മാറ്റം, പൊണ്ണത്തടിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, ഇതൊക്കെ എന്ത് രോഗങ്ങളാണ്, ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പോൾ എന്താണ് ജീവിതശൈലി രോഗങ്ങൾ? ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് അധികം പഠിക്കാനായിട്ടില്ല. ഒരു ബോക്സിൻ്റെ ആ ഒരു ബോക്സ് വൃത്തിയിൽ പഠിച്ചു വെച്ചിരിക്കാം. അനാരോഗ്യകരമായ ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ, മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിലുണ്ടായ മാറ്റങ്ങളാവാം, അല്ലെങ്കിൽ എന്താണ്, വ്യായാമം അല്ലെ, വ്യായാമത്തിന് കുറവായിരിക്കാം, അല്ലെങ്കിൽ മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെല്ലാം എന്നതിന് കാരണമാക്കുന്നുണ്ട്, ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളാണ് പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം. PSC പരീക്ഷകളിൽ എപ്പോഴും ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. ഇവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഇവയിൽ ഏതാണ് ജീവിതശൈലി രോഗം എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് എന്താണ്, ജീവിതശൈലി രോഗമാണ്. പ്രമേഹം അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത്, പ്രമേഹത്തിന് നമ്മൾ എന്താ പറയുന്നത്, ഷുഗർ എന്ന് പറയുന്നത് കേൾക്കാറില്ലേ. എന്താണ് ഷുഗർ എന്ന് വെച്ചാൽ ഇൻസുലിനെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമാണ് എന്ത് സംഭവിക്കുന്നത്, പ്രമേഹം ഉണ്ടാകുന്നത്. എന്താണ്, ഇൻസുലിൻ്റെ കുറവായിരിക്കും, അല്ലെങ്കിൽ അവിടെ എന്താണ് ഒരു പ്രവർത്തനം നിലച്ചിട്ടുണ്ടായിരിക്കാം. നെക്സ്റ്റ് ഫാറ്റി ലിവർ, പേരിൽ ഉണ്ട് ഫാറ്റി ലിവർ. ലിവറിൽ എന്താണ്, ഫാറ്റ് എന്ന് വെച്ചാൽ കൊഴുപ്പ് അല്ലേ. അപ്പോൾ ലിവറിൽ എന്താണ്, ഫാറ്റ് അടിഞ്ഞുകൂടാണ്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാകുന്നത് എന്നാണ് ഫാറ്റി ലിവറിന് കാരണമാകുന്നു. നെക്സ്റ്റ് പക്ഷാഘാതം എന്ന് വെച്ചാൽ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതും എന്നാണ് പക്ഷാഘാതം ഉണ്ടാകുന്നുണ്ട് അല്ലേ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടാണ്, അല്ലെങ്കിൽ രക്തപ്രവാഹം തടസ്സപ്പെടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പക്ഷാഘാതം എന്ന് പറയുന്ന രോഗമുണ്ടാകാം. ഇനി അമിത രക്തസമ്മർദ്ദം എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, കൊഴുപ്പടങ്ങിയ രക്തധമനികളുടെ വ്യാസം കുറയാണ്. അതായത് നമുക്ക് പറഞ്ഞു നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യണം അല്ലേ. പക്ഷേ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിന് പകരം ആ കലകളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ എന്താണ്, കൊഴുപ്പടിയാണ്. അപ്പോൾ കൊഴുപ്പടിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ രക്തധമനികളുടെ വ്യാസം
വ്യാസം കുറയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യാസം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നന്നായിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് അല്ലേ എന്ത് സംഭവിക്കുന്നത്? കൊഴുപ്പടഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുമ്പോൾ എന്ത് സംഭവിക്കാം? അമിത രക്തസമ്മർദ്ദം ഉണ്ടാകാം. ഇനി ഹൃദയാഘാതം. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഹൃദയാഘാതം എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന എന്താണ് ധമനിയാണ് കൊറോണറി ധമനി എന്ന് പറയുന്നത്. ഈ കൊറോണറി ധമനികളിൽ കൊഴുപ്പടഞ്ഞാൽ എന്ത് സംഭവിക്കും? രക്തപ്രവാഹം തടസ്സപ്പെടില്ലേ, രക്തം എത്തുന്നില്ല. അപ്പോൾ അതാണ് എന്ത് സംഭവിക്കും? ഹൃദയാഘാതം ഉണ്ടാകും. അപ്പോൾ കുറേ നമുക്ക് ഓരോ പേരിൽ തന്നെ ഓരോ രോഗങ്ങൾ പറയുന്നുണ്ട്. പ്രമേഹം വെച്ചാൽ എന്താണ്? ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ എന്താണ്? കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. പക്ഷാഘാതം എന്ന് വെച്ചാൽ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുക അല്ലെങ്കിൽ രക്തപ്രവാഹം തടസ്സപ്പെടാം. ഇനി അമിത രക്തസമ്മർദ്ദം എന്ന് വെച്ചാൽ എന്താണ്? കൊഴുപ്പടഞ്ഞിട്ട് രക്തധമനികളുടെ വ്യാസം കുറയാം. ഇനി എന്താണ് ഹൃദയാഘാതം എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയത്തിലേക്ക് പോകുന്ന ധമനിയാണ് കൊറോണറി ധമനി. ഈ രക്തമെത്തിക്കുന്ന ഈ കൊറോണറി ധമനിയിൽ ഈ ഫാറ്റ് ഒക്കെ അടിഞ്ഞു കൂടാണെങ്കിൽ എന്ത് സംഭവിക്കും? രക്തപ്രവാഹം തടസ്സപ്പെടാം. അപ്പോൾ ഇനി പക്ഷാഘാതം എന്ന് പറയുന്നത് ഈ പുകവലിയുടെ ദൂഷ്യഫലങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുകവലി ഏതിനൊക്കെയാണ് ബാധിക്കുന്നത്, എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ പുകവലി ഒന്ന് പക്ഷാഘാതത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നിക്കോട്ടിനോട് വിധേയത്വം ഉണ്ടാക്കാം തലച്ചോറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകാം, ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന രോഗമുണ്ടാകാം, എംഫിസീമ എന്ന് പറയുന്ന രോഗമുണ്ടാകാം. പുകവലി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്? ഹൃദയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയിലൊക്കെ എന്താണ് വരുന്നതാണ്. വരെ പുകവലിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ജന്തുരോഗങ്ങളാണ്. ജന്തുരോഗങ്ങളെ കുറിച്ച് അധികം പഠിക്കാനില്ല. ജന്തുരോഗങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കും. നമ്മൾ രോഗങ്ങളെ ക്ലാസ്സാണ് എടുക്കുന്നത്. അതിനാൽ തന്നെ ജന്തുരോഗങ്ങളും സസ്യരോഗങ്ങളും പ്രധാനമായിട്ടുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. ആന്ത്രാക്സ്, അകിട് വീക്കം എന്നിവ എന്താണ്? രോഗകാരി എന്താണ്? ബാക്ടീരിയ രോഗമാണ്. ആന്ത്രാക്സ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആന്ത്രാക്സ് ബാക്ടീരിയ രോഗമാണ്. അതുപോലെ തന്നെ അകിട് വീക്കം എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ രോഗമാണ്. ഇനി കുളമ്പ് രോഗം വൈറസ് രോഗമാണ്. വൈറസ് രോഗം ആണ് കുളമ്പ് രോഗം എന്ന് പറയുന്നത്. ഇനി സസ്യരോഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്യങ്ങളിലെ ബാക്ടീരിയ മൂലം, വൈറസ് മൂലം, ഫംഗസ് മൂലം ഒക്കെ ഉണ്ടാകുന്നുണ്ട് രോഗം അല്ലേ. ബാക്ടീരിയ മൂലമാണെന്നുണ്ടെങ്കിൽ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം. നെൽച്ചെടിയിൽ എന്താണ്? ബ്ലൈറ്റ് രോഗം എന്ന് പറയുന്നതാണ് ബാക്ടീരിയ രോഗമാണ്. ഇനി വഴുതനയിലെ വാട്ടരോഗം എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗമാണ്. ഇനി വൈറസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പയറ്, മരച്ചീനി എന്നിവയിൽ എന്തുണ്ടാകുന്നുണ്ട്? മൊസൈക്ക് രോഗം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വാഴയിലെ കുറുനാമ്പ് രോഗം എന്താണ്? വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. പയറിലും മരച്ചീനിയിലും മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗം എന്നിവ എന്താണ്? വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഇനി ഫംഗസ് രോഗം, കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, അതുപോലെ തന്നെ തെങ്ങിൻ്റെ കൂമ്പുചീൽ എന്ന് പറയുന്ന രോഗമൊക്കെ എന്താണ്? ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. കുരുമുളകിൻ്റെ ദ്രുതവാട്ടവും തെങ്ങിൻ്റെ കൂമ്പുചീലും. അപ്പോൾ ബാക്ടീരിയ രോഗം ഏതാണ്? നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം. ഇനി വൈറസ് ആണെന്നുണ്ടെങ്കിൽ പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലയിലെ കുറുനാമ്പ് രോഗം. ഫംഗസ് ആണെന്നുണ്ടെങ്കിലോ കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പുചീയൽ. ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സസ്യരോഗങ്ങൾ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ജന്തു രോഗങ്ങളും പഠിച്ചു അല്ലേ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കഴിയുകയാണ്. നെക്സ്റ്റ് 9ാം ക്ലാസ്സിലെ പുതിയ SCERTയിൽ നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്. എന്താണ്? പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിക്കുന്ന ദുശ്ശീലങ്ങൾ. പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിക്കുന്ന ദുശ്ശീലങ്ങൾ ഏതൊക്കെയാണ്? മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, പുകവലി എന്നിവ സ്ത്രീകളിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ, ക്രമരഹിതമായ ആർത്തവം, അണ്ടോൽപാദനത്തിലെ തകരാറ് എന്നിവയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ എന്താണ്? മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, പുകവലിയൊക്കെ സ്ത്രീകളിൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്. സ്ത്രീകളിൽ എന്താണ്? അസന്തുലിതാവസ്ഥ, ഹോർമോൺ അസന്തുലിതാവസ്ഥ, ക്രമരഹിതമായ ആർത്തവം, അണ്ടോൽപാദനത്തിലെ തകരാറ് എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ ഇത് പുംബീജത്തിൻ്റെ ഗുണനിലവാരം, ചലനശേഷിയും കുറയുന്നതിന് കാരണമാകുന്നു. അപ്പോൾ പ്രത്യുൽപാദന ആരോഗ്യത്തെ ഈ ദുശ്ശീലങ്ങളൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? സ്ത്രീകളിലാണെന്നെങ്കിൽ ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥയും അതുപോലെ തന്നെ എന്താണ്? അണ്ടോൽപാദനത്തിൽ തകരാറുമാണ് കാരണമാകുന്നത്. എന്നാൽ പുരുഷന്മാരിലാണെന്നെങ്കിൽ പുംബീജത്തിൻ്റെ ചലനശേഷി കുറയുന്നതും അതുപോലെ തന്നെ പുംബീജത്തിൻ്റെ ഗുണനിലവാരം കുറയുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. ഗർഭാവസ്ഥയിലുള്ള പുകവലി, മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നിവ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചാ വൈകല്യങ്ങൾക്കും ഗർഭാശയേതര ഗർഭധാരണ ഗർഭം അലസലിനും കാരണമാകുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻസിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബേബിക്ക് ഗർഭസ്ഥ ശിശുവിന് സംഭവിക്കും വളർച്ച വൈകല്യങ്ങൾക്കും അതുപോലെ തന്നെ ഇതാണ് അബോർഷനൊക്കെ കാരണമാകുന്നുണ്ട്. ഇനി ചുരുക്കത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പ്രത്യുൽപാദനക്ഷമതയെയും പ്രത്യുൽപാദന ആരോഗ്യത്തെയും ബാധിക്കുന്നു. അതിനാൽ ഇത്തരം ശീലങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്.
അപ്പോൾ ഇതിനൊക്കെ വാക്സിനുകളുണ്ട് അല്ലേ, നമുക്ക് ഗർഭകാലത്ത് കുറേ വാക്സിനുകളുണ്ട്, ഇപ്പോൾ ഓരോ രോഗങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ട് അല്ലേ. ഇനി നമ്മൾ ജനിതക തകരാറുകൾ തിരിച്ചറിയുന്നതിനായിട്ട് ഗർഭകാലത്തിൻ്റെ 11-13 ആഴ്ചകളിലൊക്കെ പ്രത്യേക സ്കാനിങ്ങും പരിശോധനയൊക്കെ ഉണ്ടായിരിക്കും. അതിൽ ഒന്നാണ് ഡൗൺ സിൻഡ്രോം എന്ന ജനിതക വികല സാധ്യത കാണുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് എന്താണ് കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ്, ആംനിയോസെൻറ്റസിസ് എന്നീ പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക, എന്താണ് കോറിയോണിക് വില്ലസ് സാമ്പിളിങ്ങും അതുപോലെ തന്നെ ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്ന പരിശോധനയിലൂടെയൊക്കെയാണ് ഈ ഡൗൺ സിൻഡ്രോം എന്തെങ്കിലും പറയുന്ന ജനിതക വൈകല്യം വരാൻ പോകുന്ന കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത്. ഇനി ലൈംഗിക രോഗാണുബാധകൾ നോക്കാം. പ്രധാനമായും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ലൈംഗിക പകർച്ചവ്യാധികൾ. ബാക്ടീരിയ, വൈറസ്, പരാതങ്ങൾ, ഫംഗസ് എന്നിവയാലാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളെയാണ് ലൈംഗിക പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ഇത് ബാക്ടീരിയ, വൈറസ്, പരാതങ്ങൾ, ഫംഗസ് മൂലമൊക്കെ ഉണ്ടാകുക അല്ലേ. എയ്ഡ്സ്, ക്ലെമിഡിയാസിസ്, ഗൊണേറിയ, സിഫിലിസ്, ജനനേന്ദ്രിയ ഹെർപ്പസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ, ഹെപ്പറ്റൈറ്റിസ് ബി, ട്രൈക്കോമോണിയാസിസ്, കാൻഡിഡിയാസിസ് എന്നിവയാണ് ഏറ്റവും സാധാരണമായ ലൈംഗിക രോഗാണുബാധകൾ. അപ്പോൾ ലൈംഗിക രോഗാണുബാധകൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഏതാണ്? എയ്ഡ്സ്, ക്ലെമിഡിയാസിസ്, ഗൊണേറിയ, സിഫിലിസ്, ജനനേന്ദ്രിയ ഹെർപ്പസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ, ഹെപ്പറ്റൈറ്റിസ് ബി, ട്രൈക്കോമോണിയാസിസ്, കാൻഡിഡിയാസിസ് എന്നിവയാണ്. ഇതിൽ ഏറ്റവും സാധാരണമായിട്ട് കാണപ്പെടുന്ന ഏതാണ്? HPV, ഹെപ്പറ്റൈറ്റിസ് ബി എന്നീ അണുബാധകൾക്കെതിരെ വാക്സിനേഷൻ ഇപ്പോൾ നിലവിലുണ്ട്. ഓക്കെ, HPVയും ഹെപ്പറ്റൈറ്റിസ് ബിക്കും ഒക്കെ എന്താണ് ഇപ്പോൾ വാക്സിനേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ലൈംഗികാവയവങ്ങളുടെ ശുചിത്വം ഉറപ്പാക്കാനൊക്കെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വേഗം പോയിട്ട് വൈദ്യസഹായം തേടാനൊക്കെ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് HPV അണുബാധയും സെർവിക്കൽ ക്യാൻസറാണ്. HPV അണുബാധയും അതായത് ചോദിക്കാറുണ്ട് സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസാണ് എന്ന് പറയുന്നത് HPV വൈറസ് എന്ന് പറയുന്നത്, HPV എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈംഗിക രോഗങ്ങളിൽ മുഖ്യമായ ഒന്നാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV എന്ന് പറയുന്നത്. ജനനേന്ദ്രിയത്തിൽ അരിമ്പാറയും സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസറുകളും ഉണ്ടാക്കുന്ന വൈറസ് വിഭാഗമാണിത്. ജനനേന്ദ്രിയത്തിലാണെങ്കിൽ അരിമ്പാറയാണ്, സെർവിക്കൽ ക്യാൻസറൊക്കെ ഉണ്ടാക്കുന്ന വിവിധ തരം സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസറുകൾ ഉണ്ടാക്കുന്ന വൈറസ് ആണെന്ന് പറയുന്നത് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത്. HPV ബാധിതരായ വ്യക്തികൾക്ക് രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാകണമെന്നില്ല എന്നത് രോഗബാധ തടയുന്നതിന് വെല്ലുവിളിയാണ്. അപ്പോൾ ഇങ്ങനൊരു രോഗമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും രോഗലക്ഷണങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല അല്ലേ. അപ്പോൾ ഉയർന്ന അപകട സാധ്യതയുള്ള HPV ഇനങ്ങളുടെ സ്ഥിരമായ ബാധ സെർവിക്സ് കോശങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാം. ചികിത്സിച്ചില്ലെങ്കിൽ ഈ മാറ്റങ്ങൾ സെർവിക്കൽ ക്യാൻസറായി മാറും. സെർവിക്കൽ ക്യാൻസറിനുള്ള സാധ്യത 18 വയസ്സിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളിൽ കൂടുതലാണ്. ഇവരിൽ വൈറസ് ബാധ തീവ്രമാണ്. പാപ്സ്മിയർ ടെസ്റ്റുകൾ, HPV ടെസ്റ്റിംഗ് എന്നിവ രോഗബാധ നേരത്തെ കണ്ടെത്തുന്നതിന് സഹായകരമാണ്. അപ്പോൾ 18 വയസ്സിന് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല, അത് കൂടുതലായിരിക്കും അവരിൽ. അതുപോലെ തന്നെ കണ്ടുപിടിക്കുന്നതിനായിട്ട് പാപ്സ്മിയർ ടെസ്റ്റ് അതുപോലെ തന്നെ HPV ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. കേരളത്തിൽ സ്ത്രീകളിൽ സ്തനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള രോഗം എന്ന് പറയുന്നത് സെർവിക്കൽ ക്യാൻസർ ആണ്. അപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന രോഗം സ്ത്രീകളിലാണെങ്കിൽ സ്തനാർബുദമാണ്, പിന്നീട് എന്താണ് സെർവിക്കൽ ക്യാൻസർ ആണ് എന്നതാണ്. പിന്നെ ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് ഇതിന് വേണ്ടി വാക്സിനേഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകളിൽ 26 വയസ്സ് വരെയും പുരുഷന്മാരിൽ 21 വയസ്സ് വരെയും നൽകാവുന്ന വാക്സിനുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ജീവിതശൈലി നമ്മുടെ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെയുള്ള കേട്ടോ. പൊതുജനാരോഗ്യത്തിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളാണ് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പഴയ SCRTയും അതുപോലെ തന്നെ പുതിയ SCRT നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇനിയും SCRT ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ ടോപ്പിക് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിനൊക്കെ ഈ ക്ലാസ്സുകൾ എന്തായാലും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കാറുണ്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.